അപ്പോൾ ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒബ്ജക്റ്റ് റിലേഷൻസ് ആൻഡ് അറ്റാച്ച്മെന്റ് തിയറി, ബോൾബി, അതേപോലെ മാർഗരറ്റ് മാലർ, പിന്നെ നമ്മൾ ഒരു നീഡ് തിയറി ഒക്കെ നോക്കിയിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ നിയോ ഫ്രൂയിഡിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകളുടെ പല വൈവിധ്യമാർന്ന പല ആശയങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു പെർസ്പെക്റ്റീവാണ്, സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. അവര് പേഴ്സണാലിറ്റിയെ കാണുന്നത് എങ്ങനെയാണ്, അവര് പേഴ്സണാലിറ്റിയെ കണ്ടിരുന്നത് ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന തിയറീസിൽ നിന്നും മെത്തേഡ്സിൽ നിന്നും ഒക്കെ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് തുടങ്ങിയ ആശയങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സിലബസ് പ്രകാരം 2 തിയറിസ്റ്റുകളെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്, വാട്സൺ എന്ന് പറയും. വാട്സൺ അല്ല, സ്കിന്നർ എന്ന് പറയും. ഓക്കെ, സ്കിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ആണെന്ന് പറയുന്നത് അത്ര പോപ്പുലർ ബിഹേവിയറിസ്റ്റ് അല്ല, കാരണം അത് പൂർണ്ണമായിട്ടൊരു ബിഹേവിയറിസ്റ്റിക് തിയറി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡൊളാർഡ് ആൻഡ് മില്ലർ, 2 പേര് ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണ് ഡൊളാർഡ് ആൻഡ് മില്ലർ. ഇവരുടെ 2 പേരുടെയും തിയറി എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കും. അപ്പോൾ ബിഹേവിയറിസം എന്ന പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലേ ഇവരുടെ തിയറിയുടെ കോർ കൺസെപ്റ്റ്സ് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്കിന്നറിന്റെ ഒരു ഫോട്ടോ ആണ്. അത് നമ്മൾ അടുത്ത നമ്മൾ തിയറി നോക്കാൻ പോകുന്നത് സ്കിന്നറിന്റെ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ബിഹേവിയറിസത്തിന്റെ ഒരു ബേസിക് ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് തിയറിയിലേക്ക് കിടക്കാം. അപ്പോൾ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള ചോദ്യം. സോ നമ്മൾ ഇതുവരെ അൺകോൺഷ്യസ് അല്ലെ, അൺകോൺഷ്യസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രോയിഡിന്റെയും ചില നിയോ ഫ്രോയിഡിയൻസിന്റെയും കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ നോക്കിയതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് നോക്കി, റിലേഷൻഷിപ്പിൽ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നോക്കി. ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, അതിന്റെ ആശയം എന്താണെന്നുള്ള അതിന്റെ പേരിൽ തന്നെയുണ്ട്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, പെരുമാറ്റം, കാണാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പെരുമാറ്റത്തിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ള സൈക്കോളജിസ്റ്റുകൾ എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത് അതിൽ തന്നെയാണ്. ബിഹേവിയർ ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തി പെരുമാറുന്ന രീതി, അതിലാണ് അവർ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിരുന്നത്. കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം ഞാൻ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്ക്, സൈക്കോളജിസ്റ്റ് മസ്റ്റ് റെസ്ട്രിക്ട് ദെയർ ഇൻവെസ്റ്റിഗേഷൻസ്. ഇവരുടെ അഭിപ്രായത്തിൽ എല്ലാ സൈക്കോളജിസ്റ്റുകളും എന്തിനെ കുറിച്ച് പഠിക്കണം? ടു ഫാക്ട്സ്, വസ്തുതകളെ കുറിച്ച് മാത്രം പഠിക്കുക. ടു ഓൺലി വാട്ട് ദേ ക്യാൻ സീ, കാണാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രം പഠിക്കുക. മാനിപ്പുലേറ്റ് ആൻഡ് മെഷർ ഇൻ ദ ലബോറട്ടറി, എക്സ്പെരിമെന്റുകൾ നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുക. കുറച്ച് സയന്റിഫിക് പെർസ്പെക്റ്റീവിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ഈ ബിഹേവിയറിസ്റ്റിക് സ്റ്റേജ്. അപ്പോൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡ് യാതൊരു തരത്തിലും നമുക്ക് സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് തന്നെ ആർക്കും ഉറപ്പില്ല. പിന്നെ അതിന്റെ ബേസിസിൽ ഉണ്ടാക്കിയ തിയറികളെല്ലാം ഒരുപാട് ഊഹാവൂഹങ്ങളൊക്കെ ഉള്ള തിയറീസ് ആണ്, ഒരുപാട് ഗസ് വർക്കുകളുള്ള തിയറീസ് ആണ്. അപ്പോൾ ഒന്നും കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഫ്രോയിഡിന്റെ കൺസെപ്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഫ്രോയിഡ് പറഞ്ഞത് ശരിയാണെന്ന്, യുങ്ങിന്റെ കൺസെപ്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും യുങ് പറഞ്ഞത് ശരിയാണെന്ന്. ഇങ്ങനെ എല്ലാവരുടെയും തിയറീസിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് നമുക്ക് തോന്നാൻ കാരണം അതിനെ സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് ഇയാൾ പറഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള ഒരു വാസ്തവത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു വീക്ക്നെസ്സിൽ തന്നെയാണ് ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ള സൈക്കോളജിസ്റ്റുകൾ പിടിച്ചത്. അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന ശാഖയുടെ പഠനം ഒബ്സർവബിൾ ബിഹേവിയർ, കാണാൻ പറ്റുന്ന ആളുകളുടെ പെരുമാറ്റത്തിൽ മാത്രമായിരിക്കണം. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഫാക്ട്സ്, വസ്തുതകൾ. അപ്പോൾ കാണാൻ പറ്റുന്ന, ലബോറട്ടറിയിലോ എക്സ്പെരിമെന്റിലോ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ള സൈക്കോളജിസ്റ്റുകൾ പഠിച്ചിരുന്നത്. ഈ എംപിരിസിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ശാഖയുണ്ട്. എംപിരിസിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, സെൻസസ്, 5 സെൻസസ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന അറിവ് മാത്രമാണ് ശരിക്കുള്ള നോളേജ് എന്ന് പറയുന്ന ഒരു ഫിലോസഫി ശാഖയാണ് എംപിരിസിസം. ഇതിന്റെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ള തിയറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സൈക്കോളജിയിലെ മനസ്സിനെ കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സിന്റെ ഉള്ളിൽ അൺകോൺഷ്യസ് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആ വ്യക്തി ആ മനസ്സ് വെച്ചിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ആ ബിഹേവിയറിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ആശയമായിരുന്നു ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ. അപ്പൊ എംപിരിസിസം എന്നൊരു ഫിലോസഫിയാണ് അവരുടെ ബേസിസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈക്കോ അനലിറ്റിക് വ്യൂ അവർ ഡിനൈ ചെയ്യുന്നു, ഈ അൺകോൺഷ്യസ് എന്നുള്ള കൺസെപ്റ്റ് ഡിനൈ ചെയ്യുന്നു. കാരണം അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, അതൊരു സ്പെക്യുലേഷൻ മാത്രമാണ്, കുറെ തിയറിസ്റ്റുകളുടെ ഒരു ഗസ് വർക്ക് മാത്രമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സൈക്കോ അനലിറ്റിക് വ്യൂവിനെ ഡിനൈ ചെയ്യുന്നത്. കോഗ്നിറ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത
പെർസ്പെക്റ്റീവിൽ പഠിക്കും. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള തോട്ട്സ്, ഫീലിങ്സ്, വികാരങ്ങള്, നിങ്ങളുടെ വിശ്വാസങ്ങള്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മനസ്സിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സംഭവം അല്ലെ. നമുക്ക് ഒരിക്കലും പുറത്തേക്ക് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിശ്വാസം എനിക്ക് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ബിഹേവിയർ കണ്ടാലേ എനിക്ക് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. നിങ്ങളത് മനസ്സിൽ വെച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്താലും എനിക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഫീലിങ്സ്, തോട്ട്സ്, ബിലീഫ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇവർ ഫോക്കസ് ചെയ്തിരുന്നില്ല. ഇതെല്ലാം ഡിനൈ ചെയ്ത് കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇവര് ഈ മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യാതെ ആ മൈൻഡ് വെച്ചിട്ട് ആ വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു എന്നുള്ളതിൽ കൂടുതൽ സയന്റിഫിക്കലി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ ഒരു അഭിപ്രായത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ മാത്രമാണ്, പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനം മാത്രമാണ് സൈക്കോളജി എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ളത്. ഇപ്പൊ ഇവര് പറയുന്നത് ഈ ഫീലിങ്സ്, വികാരങ്ങൾ ഇല്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ബിഹേവിയറിസ്റ്റുകളോട് ചോദിക്കാം. അപ്പൊ ഇവര് പറയുന്നത് ഞാൻ വികാരങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം, ആറ്റിറ്റ്യൂഡ് ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. ഒരു ബിഹേവിയറിസ്റ്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായത്തില് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് നിരീക്ഷിച്ചു പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ വസ്തുത എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. സോ അതിൽ ഞാൻ ഫോക്കസ് ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾ ആ വിശ്വാസം വെച്ചിട്ട് എങ്ങനെ പെരുമാറുന്നു, ആ വികാരം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, പെരുമാറ്റം, അത് വേണമെങ്കിൽ ഞാൻ പഠിക്കണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ബിഹേവിയറിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ചെറിയ രീതിയിൽ സാമ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരുടെ എക്സ്പെരിമെന്റ്സ് പലതും മൃഗങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഈ എലികള്, പൂച്ച, പീജിയൻസ്, പ്രാവുകള്, ഇതിലൊക്കെ എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ട് കുറച്ച് എവിഡൻസ് ഒക്കെ കിട്ടിയിട്ട് ഒരു തിയറി ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഈ ബിഹേവിയർ പെർസ്പെക്റ്റീവിലുള്ള സൈക്കോളജിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. സോ അവരുടെ ഫസ്റ്റ് ഒരു അനിമൽസിനൊക്കെ കൊണ്ടുവന്നിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക, ശാസ്ത്രീയപരമായിട്ട് പഠിക്കുക, അതിൽ നിന്ന് തിയറീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത് ബിഹേവിയറിസ്റ്റുകളായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വെക്കാം. ഇനി കുറെ തിയറീസ് നമ്മളിപ്പോ പഠിച്ചപ്പോൾ പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, ഇതൊക്കെ ഈ ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, കൗൺസിലിംഗിൽ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞ ഈ സ്കിന്നറിന്റെ തിയറി ഒക്കെ തൊട്ടിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും കൗൺസിലിംഗിലാണെങ്കിലും ബിഹേവിയറൽ തെറാപ്പി എന്നൊക്കെ പറയും, തെറാപ്പി ടെക്നിക്സിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ എന്താ പറയുക ഓട്ടിസം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതിലാണെങ്കിലും ഒക്കെ നമ്മൾ പ്രാക്ടിക്കലി ഇപ്പോഴും യൂസ് ചെയ്തു പോകുന്ന വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു മോഡേൺ തിയറി കൂടിയാണ് ഈ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്നുള്ളതും കൂടി ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, പെരുമാറ്റത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള തിയറിയിലേക്ക് പോകാം. BF സ്കിന്നർ എന്ന് പറയുന്ന വ്യക്തിയുടെ തിയറിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ. ഹാർവർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു BF സ്കിന്നർ. അദ്ദേഹത്തിന്റെ വർക്ക്, ഇയാളല്ല ശരിക്കും ഫസ്റ്റ് ബിഹേവിയറിസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ബിഹേവിയറിസം പ്രാക്ടീസ് ചെയ്ത സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ പാവ്ലോവ്, വാട്സൺ, ചിലരൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടുണ്ടാവും ഇവരെ കുറിച്ച്. ഇവരുടെയൊക്കെ തിയറീസ് ആദ്യം വന്നിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് പിന്തുടർന്നിട്ടാണ് നമ്മുടെ സ്കിന്നർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള തിയറീസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. സോ ഹി വാസ് ഇൻസ്പയർഡ് ഫ്രം ദ വർക്ക്സ് ഓഫ് പാവ്ലോവ് ആൻഡ് വാട്സൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണാലിറ്റി ഈസ് എ ലേൺഡ് ബിഹേവിയർ. ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ജന്മന കിട്ടുന്ന ഒരു സാധനമാണോ? അല്ല. നിങ്ങൾ വളർന്നു വരുമ്പോൾ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് പേഴ്സണാലിറ്റി. അപ്പൊ അവിടെ ചോദ്യം വരും, എങ്ങനെയാണ് ഒരു വ്യക്തി പേഴ്സണാലിറ്റി പഠിച്ചെടുക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. അപ്പൊ പേഴ്സണാലിറ്റി ഒരു ലേൺഡ് ബിഹേവിയർ ആണ്, പഠിച്ചെടുത്തൊരു സംഭവമാണ് എന്നുള്ളതാണ് ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തിയറിനെ പല പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ളൊരു പേര് ഉപയോഗിക്കാറുണ്ട്. ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നറിന്റെ തിയറിയാണ്, അല്ലെങ്കിൽ സ്കിന്നേറിയൻ കണ്ടീഷനിങ് എന്ന് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നുള്ള പേരും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ 3 ടേം വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാലും BF സ്കിന്നറിന്റെ തിയറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതുക.
ഓപ്പറന്റ് കണ്ടീഷനിങ്, സ്കിന്നറിയൻ കണ്ടീഷനിങ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. അടുത്തത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ബേസ്ഡ് ഓൺ റീഇൻഫോഴ്സ്മെന്റ്സ് ആൻഡ് പണിഷ്മെന്റ്. ഈ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, പണിഷ്മെന്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് കുറച്ച് ഉദാഹരണ സഹിതം ഞാൻ വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷെ ഈ ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിച്ചു വെക്കുക. ഞാൻ ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചുല്ലോ, പേഴ്സണാലിറ്റി ഒരു ലേൺഡ് ബിഹേവിയർ ആണ് എന്നാണ് സ്കിന്നർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിയും പേഴ്സണാലിറ്റി ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? അതിന് സ്കിന്നർ കൊടുത്ത ഉത്തരം ബിഹേവിയർ ലേൺ ചെയ്യുന്നത്, പെരുമാറ്റം ഓരോ വ്യക്തിയും പഠിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഓരോ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു സ്കിന്നറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരുപാട് തെറാപ്പി ടെക്നിക്സ് ഒക്കെയാണ് ഇപ്പോഴും റെലവെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്കിന്നറിന്റെ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിനെ വിളിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ആ ടേം പല രീതിയിൽ വിളിക്കും. ഒരു മേജർ യൂസ് അല്ലെങ്കിൽ ഒരു അധികം ടെക്സ്റ്റ് ബുക്കുകളിലും കണ്ടുവരുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് മനസ്സിലാക്കണമെങ്കിൽ ബിഹേവിയറിസ്റ്റുകൾ അല്ലെങ്കിൽ BF സ്കിന്നർ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് നടത്തിയത്, ആ എക്സ്പെരിമെന്റ് നടത്തിയതിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയെടുക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചിത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു അപ്പാരറ്റസ് നിങ്ങൾക്ക് കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്കിന്നേഴ്സ് ബോക്സ് അപ്പാരറ്റസ്. ഓക്കെ, സ്കിന്നേഴ്സ് ബോക്സ് അപ്പാരറ്റസ് എന്നാണ് ഇതിനെ പറയുക. ഈ സ്കിന്നേഴ്സ് ബോക്സ് അപ്പാരറ്റസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് ആയിരിക്കും. ഒരു സ്ഥലത്ത് നമുക്ക് അതിന്റെ ഉള്ളിൽ വെക്കുന്ന മൃഗം, അത് എലിയാകാം, പ്രാവാകാം, പൂച്ചയാകാം, എന്ത് തന്നെ ആകാം, ആ മൃഗത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഗ്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, സൈക്കോളജിസ്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബിഹേവിയർ ഒബ്സർവ് ചെയ്യണ്ട ഇവർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഒരു ഗ്ലാസ് ബാരിയർ ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി എല്ലാ ഏരിയയും ക്ലോസ്ഡ് ആയിരിക്കും. ഈ ചെറിയ എയർ ഹോൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഉള്ളിലിരിക്കുന്ന ജീവിക്ക് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതുകൂടാതെ അതിലൊരു പ്രത്യേകത വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പല മോഡിഫിക്കേഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള സ്കിന്നർ ബോക്സ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിലൊരു ലിവർ ഉണ്ടായിരിക്കും. ലിവർ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അതുമാത്രമല്ല ഈ സ്കിന്നർ ബോക്സ് ഒരു ഫുഡ് ട്രേയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ എലിക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കും. ആ കണ്ടെയ്നർ ഈ സ്കിന്നർ ബോക്സിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്വിച്ച് ടച്ച് ചെയ്യുമ്പോൾ എലിക്ക് വേണ്ട ഭക്ഷണം, അല്ലെങ്കിൽ ആ സ്വിച്ച് അമർത്തുമ്പോൾ എലിക്ക് വേണ്ട ഭക്ഷണം ഉള്ളിലേക്ക് വരും. ആ രീതിയിലാണ് ഈ സ്കിന്നർ ബോക്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു എലിയെ കൊണ്ടേ ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എലി എന്ത് കാണിക്കും? ഭയങ്കര രീതിയിൽ പരിഭ്രമം കാണിക്കും. അപ്പൊ എലി കുറെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി നടക്കും, കുറെയൊക്കെ ചുമരൊക്കെ മാന്തി നോക്കും, അല്ലെങ്കിൽ കുറെ ശബ്ദം ഉണ്ടാക്കി നോക്കും. ഇങ്ങനെ ചെയ്ത് എലി അറിയാതെ ആ ലിവർ ഒന്ന് തൊട്ടു. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴോ വെപ്രാളപ്പെടുമ്പോഴോ എലിയുടെ കൈ ആ ഒരു ലിവറിൽ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ സ്വിച്ചിൽ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫുഡ് ട്രേയിൽ നിന്ന് കുറച്ച് ഫുഡ് ആ ബോക്സിന്റെ ഉള്ളിലേക്ക് വരും. ബോക്സിന്റെ ഉള്ളിലേക്ക് ഫുഡ് വരുമ്പോൾ എലിക്ക് എന്ത് കിട്ടി? ഭക്ഷണം കിട്ടി. ഓക്കെ, വീണ്ടും എലി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ഓടി നടക്കും, അവിടെയും ഇവിടെയൊക്കെ മാന്തി നോക്കും. എന്നിട്ട് വീണ്ടും അറിയാതെ ആ സ്വിച്ചിൽ എലിയുടെ കൈ തട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും എന്ത് വരും? ഫുഡ് വരും. എലിക്ക് ഫുഡ് ഇഷ്ടമാണ്, എലി ഫുഡ് കഴിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 2-3 വട്ടം ചെയ്യുമ്പോൾ എലിക്ക് തന്നെ മനസ്സിലാവും എന്ത്? എനിക്ക് ഫുഡ് വേണമെങ്കിൽ ഞാൻ ഈ സ്വിച്ച് അമർത്തിയാൽ മതി, ഈ ലിവർ ഞാൻ പ്രസ് ചെയ്താൽ ഈ ഫുഡ് എനിക്ക് കിട്ടും എന്നുള്ളൊരു വസ്തുത എലിക്ക് മനസ്സിലാവും. സോ ബേസിക്കലി ഇവിടെ എലിയുടെ പേഴ്സണാലിറ്റി സ്കിന്നർ ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു സ്വിച്ച് അമർത്താൻ അറിയാത്ത എലിനെ ഇങ്ങനെ സ്വിച്ച് അമർത്തിയാൽ ഫുഡ് കൊടുക്കുക, ഈ ഒരു സാധനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവസാനം എലിക്ക് മനസ്സിലാകുകയാണ് ഞാൻ ഈ സ്വിച്ച് അമർത്തി എനിക്ക് ഫുഡ് കിട്ടും, അപ്പൊ ഫുഡ് വേണ്ട സമയത്ത് ഞാൻ പോയിട്ട് ഈ സ്വിച്ച് അമർത്തിയാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് എലിയുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ആയിട്ട് വരികയാണ്. ഇതിനെയാണ് ബേസിക്കലി ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഇവിടെ ഞാനൊരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ആൻ അസോസിയേഷൻ വിൽ ബി മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് കോൺസിക്വൻസ് ത്രൂ എയ്തർ റീഇൻഫോഴ്സ്മെന്റ് ഓർ പണിഷ്മെന്റ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തില്
നിങ്ങളൊരു ബിഹേവിയർ കാണിക്കുന്നു. ഇപ്പൊ ഈ എലി സ്വിച്ച് അമർത്തിയതുപോലെയുള്ള ഒരു ബിഹേവിയർ നിങ്ങൾ കാണിക്കുന്നു. എല്ലാ ബിഹേവിയറിനും എന്തുണ്ടായിരിക്കും? ഒരു കോൺസിക്വൻസ് ഉണ്ടായിരിക്കും, ഒരു പ്രത്യാഘാതം ഉണ്ടായിരിക്കും അല്ലെ? ഈ പ്രത്യാഘാതം നിങ്ങൾക്ക് നേട്ടമാണോ ഉണ്ടാക്കുന്നത്, നഷ്ടമാണോ ഉണ്ടാക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ അത് വീണ്ടും ചെയ്യണോ ചെയ്യണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നുകൂടിയും പറയാം, നിങ്ങളൊരു ബിഹേവിയർ ചെയ്യുന്നു, ആ ബിഹേവിയറിന് ഒരു കോൺസിക്വൻസ് ഉണ്ടായിരിക്കും, ഒരു പ്രത്യാഘാതം ഉണ്ടായിരിക്കും. ഈ കോൺസിക്വൻസ്, ഈ പ്രത്യാഘാതം നേട്ടമാണോ, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണോ, അല്ലെങ്കിൽ നഷ്ടമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഹാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ആ ബിഹേവിയർ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ സ്കിന്നർ ബോക്സ് അപ്പാരറ്റസിന്റെ എലിയുടെ എക്സാമ്പിളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ, ബിഹേവിയർ എന്ന് പറയുന്നത് ലിവർ പ്രസ് ചെയ്യുന്നതാണ്. എലിക്ക് കിട്ടുന്ന ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസ്, നേട്ടം എന്ന് പറയുന്നത് എന്താ, എലിക്ക് ഫുഡ് കിട്ടുന്നു. അപ്പൊ എലി പഠിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സ്വിച്ച് അമർത്തിയാൽ എനിക്ക് പോസിറ്റീവ് കോൺസിക്വൻസ്, നല്ല കോൺസിക്വൻസ് ആണ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഞാനിത് ഫ്യൂച്ചറിൽ വീണ്ടും വീണ്ടും ചെയ്യാം. അപ്പൊ വീണ്ടും വീണ്ടും എലി വിശക്കുമ്പോൾ ആ സ്വിച്ച് ഇങ്ങനെ അമർത്തിക്കൊണ്ടേയിരിക്കും. സോ ഈ ഒരു കൺസെപ്റ്റ്, നേട്ടം അല്ലെങ്കിൽ നഷ്ടം, ആ കൺസെപ്റ്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസിക്വൻസ് ബേസിക്കലി റീഇൻഫോഴ്സ്മെന്റോ പണിഷ്മെന്റോ ആണ്. ഓക്കെ, ഇനി റീഇൻഫോഴ്സ്മെന്റിന്റെയും പണിഷ്മെന്റിന്റെയും ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് കിടക്കാം. കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് കിടക്കാം. റീഇൻഫോഴ്സ്മെന്റ്, എനിത്തിങ് ദാറ്റ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ ടു ഹാപ്പൻ അഗെയിൻ. അതായത് നമുക്ക് വേണ്ട ബിഹേവിയർ എന്താണ്? ഈ സ്കിന്നർ ബോക്സ് അപ്പാരറ്റസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട ബിഹേവിയർ എന്ന് പറയുന്നത് ഈ എലി ഈ സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പൊ എലി സ്വിച്ച് അമർത്താനുള്ള സാധ്യത വീണ്ടും കൂട്ടുന്ന, പ്രോബബിലിറ്റി വീണ്ടും കൂട്ടുന്ന സംഭവം എന്താണോ അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിച്ചത്. ഈ ഒരു കേസിൽ എലി സ്വിച്ച് അമർത്താനുള്ള സാധ്യത കൂട്ടുന്നത് എന്താണ്? സ്വിച്ച് അമർത്തുമ്പോൾ എലിക്ക് കിട്ടുന്ന ഭക്ഷണമാണ്, ഫുഡ് ട്രേയിൽ നിന്ന് വീഴുന്ന ഭക്ഷണമാണ്. അപ്പോൾ എലി സ്വിച്ച് അമർത്തുക എന്ന ബിഹേവിയറിന്റെ സാധ്യത കൂട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഭക്ഷണമായതുകൊണ്ട് ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫുഡാണ്. ഓക്കെ, അങ്ങനെയാണ് ആ കൺസെപ്റ്റ് വരുന്നത്. എലിക്ക് നേട്ടം ഉണ്ടാകുന്നത് ഇവിടുത്തെ ഈ ഫുഡ് കിട്ടുന്നത് കൊണ്ടാണ്. സോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എലിക്ക് കിട്ടുന്ന ഈ ഫുഡാണ്, അതുകൊണ്ട് എലി വീണ്ടും വീണ്ടും സ്വിച്ച് അമർത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഇസ് ദ ഫുഡ് പെലറ്റ്സ്, ദ ബിഹേവിയർ ലേൺഡ്. പഠിച്ച ബിഹേവിയർ എന്താണ്? പ്രസിംഗ് ദ ലിവർ, സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയർ ആണ് എലി പഠിച്ചത്. എലിക്ക് ആ ബിഹേവിയർ പഠിക്കാൻ കാരണമായിട്ടുള്ള കോൺസിക്വൻസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എലിക്ക് കിട്ടുന്ന ഫുഡാണ്. ഓക്കെ, ഇനി പണിഷ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ്, നേട്ടവും നഷ്ടവും എന്നല്ല നമ്മൾ പറഞ്ഞേ, പണിഷ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഈ ബോക്സില് ഈ താഴെ നിങ്ങൾ കുറെ ഇങ്ങനെ മെറ്റൽ ട്യൂബ്സ് അല്ലെങ്കിൽ മെറ്റൽ പൈപ്സ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഈ സ്കിന്നർ ബോക്സിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എലിക്ക് ഈ ഷോക്ക്, ഈ പൈപ്പിലൂടെ ഒരു ചെറിയ വോൾട്ടേജിലുള്ള ഷോക്ക് വേണമെങ്കിൽ പാസ് ചെയ്യിപ്പിക്കാം. അപ്പോ എലി ഈ ഷോക്ക് ഓൺ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് എലിയെ ഇടുകയാണെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും എലിക്ക്, അല്ലെ? എപ്പോഴും ഇങ്ങനെ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ വീണ്ടും ഉണ്ടാവും. ഷോക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഷോക്ക് ഇങ്ങനെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന എലി അവിടേക്ക് ഇവിടേക്ക് ഓടുന്നു, ചുമര് മാന്തി പുറത്തേക്ക് കിടക്കാൻ നോക്കുന്നു. അങ്ങനെ അങ്ങനെ വെപ്രാളം കാണിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ ആ സ്വിച്ചിലൊന്ന് കൈ തട്ടി. ഇപ്രാവശ്യം കൈ തട്ടുമ്പോൾ ഫുഡ് വരുന്നതിന് പകരം ഈ ഷോക്ക് ഓഫ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ വിചാരിക്കാം. അപ്പൊ കൈ തട്ടിയപ്പോ ഷോക്ക് ഓഫായി, എലി വീണ്ടും കംഫർട്ടബിൾ ആയി. ഓക്കെ, അപ്പൊ എലിക്ക് മനസ്സിലായി ഞാൻ ഈ സ്വിച്ച് അമർത്തിയാൽ ഈ ഷോക്ക് ഇവിടുന്ന് പോകും എന്നുള്ള ഒരു ബിഹേവിയർ എലി പഠിച്ചു, അവിടെ ലേൺ ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ ഷോക്ക് കൊടുക്കുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അറിയാതെ കൈ തട്ടിയെന്ന് വിചാരിക്കുക, അപ്പൊ ഷോക്ക് ഓഫ് ആവുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു 3, 4, 5 തവണ അങ്ങനെ ചെയ്യുമ്പോൾ എലി പിന്നീട് ഷോക്ക് വരുമ്പോ അപ്പൊ തന്നെ ഓടിപ്പോയിട്ട് ആ സ്വിച്ച് അമർത്തും, ഷോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? എനിത്തിങ് ദാറ്റ് ഡിക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ ടു ഹാപ്പൻ അഗെയിൻ. അതായത് എനിക്ക് ആവശ്യമില്ലാത്ത ബിഹേവിയർ അവിടെ എന്താണ്? ഈ ഷോക്ക് എന്നുള്ള ഒരു സാധനം, എൻവയോൺമെന്റിലുള്ള ഷോക്കാണ് എലിക്ക് ആവശ്യമില്ലാത്തൊരു ബിഹേവിയർ, അല്ലെ? അതിന്റെ സാധ്യത കുറയ്ക്കുന്നത് എന്താണ്? എലി അവിടെ സ്വിച്ച് അമർത്തുമ്പോഴല്ലേ അതിന്റെ സാധ്യത കുറയ്ക്കുന്നേ. സോ ഈ സ്വിച്ച് അമർത്തുമ്പോൾ ഈ എന്താ പറയുക, ഷോക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന എലി. അപ്പൊ നേരത്തെ സ്വിച്ച് അമർത്തുമ്പോൾ ഫുഡ് കിട്ടുന്നു, റീഇൻഫോഴ്സ്മെന്റ് എന്തായിരുന്നു അവിടെ? ഫുഡ്. ഇവിടെ സ്വിച്ച് അമർത്തുമ്പോൾ ഷോക്ക് പോകുന്നു, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് അല്ല, അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെന്റിന് പകരം പണിഷ്മെന്റ് ആണ്. നമ്മൾ എലിക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് ഷോക്ക്. ആ പണിഷ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എലി എന്ത് ചെയ്യുന്നു? ലിവർ പ്രസ് ചെയ്യാണ് കേട്ടോ ഇവിടെ വേണ്ടത്, ഞാൻ എഴുതിയതിൽ തെറ്റുണ്ട്.
ലിവർ പ്രസ് ചെയ്യണം എന്നുള്ളൊരു ബിഹേവിയർ എലി പഠിക്കുന്നു. ഷോക്ക് പോകാൻ വേണ്ടിയിട്ട് ലിവർ പ്രസ് ചെയ്യണം എന്നുള്ളൊരു ബിഹേവിയർ എലി പഠിക്കുന്നു. സോ നോക്ക്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് എലി ലിവർ പ്രസ് ചെയ്യാൻ പഠിച്ചു. ആദ്യത്തെ കേസിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത് എലിക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലിവർ പ്രസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പഠിച്ചു. രണ്ടാമത്തെ കേസിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിവർ പ്രസ് ചെയ്യണം എന്ന് പഠിച്ചു. ഷോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിവർ പ്രസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പഠിച്ചു. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് സ്കിന്നറിന്റെ ഈ ബോക്സ് അപ്പാരറ്റസിലൂടെ പുറത്തു വരുന്നത് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്തു വെക്കാം. ബേസിക്കലി നമുക്ക് നേട്ടം ഉണ്ടാക്കുന്ന കാര്യത്തിന് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കും. നമുക്ക് ഹാം അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോൺസിക്വൻസിനെ പണിഷ്മെന്റ് എന്നുള്ള ഒരു പേര് കൊണ്ടും സൂചിപ്പിക്കും. ഇനി ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അപ്പാരറ്റസ്, ബോക്സ്, എലി, സ്വിച്ച്, ഫുഡ്, അല്ലെങ്കിൽ ബോക്സ്, എലി, സ്വിച്ച്, എന്താ പറയുക, ഷോക്ക്, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഏതുവരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും? എലിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. എലിനെ ഒരു കുഴപ്പമില്ലാതെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. പ്രാവിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. പ്രാവിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ സംസാരിച്ചു പോലെ തോന്നി. ഓക്കെ, പ്രാവിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ? പ്രാവിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. നിങ്ങൾക്ക് പൂച്ചയെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ? പൂച്ചയെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അടുത്ത ചോദ്യം വരും, ഏത് എക്സ്റ്റെന്റ് വരെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിച്ചു പോകാം? ഈ എലീനെയും പൂച്ചേനെയും പ്രാവിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ട് സ്കിന്നർ ഈ പ്രാവുകൾക്ക് പിങ് പോങ്, ടേബിൾ ടെന്നീസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ടേബിൾ ഉണ്ടാവും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ടെന്നീസ് കളിപ്പിക്കുക. ആ രീതിയിൽ വരെ ഈ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കൊടുത്തിട്ട് എന്താ പറയുക, സ്കിന്നർ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പ്രാവ് ടേബിൾ ടെന്നീസ് കളിക്കാൻ പഠിപ്പിക്കുന്നത് വരെ ഈ ഫുഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷോക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് സ്കിന്നർ ആ ഒരു ലെവൽ വരെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള അവസ്ഥ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ മൃഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അത്രയും പവർ ഈ റീഇൻഫോഴ്സ്മെന്റിനും പണിഷ്മെന്റിനും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ബേസിക്കലി ഒരു ചോദ്യം വരും, ഇത് മനുഷ്യരിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും? ഒരു പൂച്ചയ്ക്കും എലിക്കും പ്രാവിനൊക്കെ ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെങ്കിൽ മനുഷ്യർക്ക് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളൊരു ചോദ്യം വരും. ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യുന്നതാണ് അടുത്ത സ്ലൈഡുകളിൽ. മനുഷ്യരിലും ഇത് ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു ഫോട്ടോയിൽ കണ്ടില്ലേ, ഒരു നായക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. ബേസിക്കലി ഏതൊരു ഡോഗ് ട്രെയിനറും ഒരു നായക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൈ വെക്കുമ്പോൾ ഷേക്ക് ഹാൻഡ് തരാൻ ഒരു ഡോഗിനെയോ ഒരു കാറ്റിനെയോ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇപ്പൊ നമ്മൾ എലീനെ ട്രെയിൻ ചെയ്യിപ്പിച്ച പോലെ റീഇൻഫോഴ്സ്മെന്റിന്റെയോ പണിഷ്മെന്റിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഡോഗ് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഡോഗിന് ട്രീറ്റ് കൊടുക്കും അല്ലെ? എലിക്ക് അവിടെ ഫുഡ് കൊടുത്തതുപോലെ ഈ ഡോഗിന് ഒരു ട്രീറ്റ് കൊടുക്കും. അപ്പൊ ഡോഗ് 1, 2, 3 തവണ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഡോഗിന് മനസ്സിലാകും, ഈ എന്റെ മുതലാളി ഇങ്ങനെ കൈ നീട്ടുമ്പോൾ അതിലേക്ക് ഞാൻ കൈ എടുത്തു വെച്ചാൽ എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ള ഒരു ബിഹേവിയർ ഡോഗ് ലേൺ ചെയ്യും. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഡോഗ് കൈ കാണിക്കുമ്പോൾ തന്നെ ഡോഗിന്റെ ഷേക്ക് ഹാൻഡ് അവിടെ കൊടുക്കും. കാരണം റീഇൻഫോഴ്സ്മെന്റ് ഡോഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ ആക്ഷന്റെ കോൺസിക്വൻസ് ഡോഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നായ്ക്കളെ പല ട്രിക്കുകളും അല്ലെങ്കിൽ പെറ്റ്സിനെയൊക്കെ പല ട്രിക്കുകളും നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് എടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇനി മനുഷ്യരിലോ? ഈ ഒരു സിനാരിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനസ്സിൽ. നിങ്ങൾ പലരും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ സ്കിന്നർസ് ബോക്സ് ഇല്ലേ, റാറ്റ് ബോക്സ്, അതേപോലെ തന്നെ ആണ് നിങ്ങളുടെ ഓഫീസ് അല്ലെ? ഒരു ക്യൂബിക്കിൾ അല്ലെങ്കിൽ 4 ചുമരുകളുടെ ഉള്ളിലുള്ള ഒരു സാധനമാണല്ലോ ഓഫീസ്. സ്കിന്നറിന്റെ അതേ ബോക്സ് പോലെ തന്നെ അതിന്റെ ഉള്ളിൽ എലി അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെടുന്നത് പോലെ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഓക്കെ, എലിക്ക് ഭക്ഷണം കിട്ടിയ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്താ? അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണിക്ക് പോവില്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് അവിടെ വരുന്നത് മാസാവസാനം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി തന്നെയാണ് അല്ലെ? അപ്പൊ ഈ സ്കിന്നർ എങ്ങനെയാണോ എലിയെ ട്രെയിൻ ചെയ്തെടുത്തത് ഒരു സ്വിച്ച് അമർത്താൻ, അതേപോലെ സൊസൈറ്റി നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് സാലറി കിട്ടും, വർക്ക് ചെയ്തില്ലെങ്കിൽ സാലറി കിട്ടില്ല. അപ്പൊ സാലറി എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ എനിക്കൊരു നേട്ടമാണ്. അപ്പൊ ആ റീഇൻഫോഴ്സ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ് മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് റീഇൻഫോഴ്സ്മെന്റിന്റെയും പണിഷ്മെന്റിന്റെയും പവർ. പിന്നെ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അല്ലെ, നമ്മൾ കൊടുക്കുന്ന ശിക്ഷകൾ, സ്വാതന്ത്ര്യം ഹനിക്കുന്നതും അല്ലെങ്കിൽ അവാർഡുകൾ, നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അവാർഡ്, ഇതെല്ലാം റീഇൻഫോഴ്സ്മെന്റ്
അല്ലെങ്കിൽ പണിഷ്മെന്റ്, ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ മോശം ഹാം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ആ പെർസ്പെക്റ്റീവിൽ നമുക്ക് നമ്മുടെ സമൂഹം വർക്ക് ചെയ്യുന്നതൊക്കെ റീഇൻഫോഴ്സ്മെന്റിന്റെയും പണിഷ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ മനുഷ്യരിലും വളരെ രീതിയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഈ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, പണിഷ്മെന്റ് എന്താണ് എന്നുള്ളത് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്. ഇതിനെല്ലാം ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ റാറ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഉദാഹരണം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. റാറ്റിന്റെ ആ സ്കിന്നർ ബോക്സ്, അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ്. സോ ഫസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. റീഇൻഫോഴ്സ്മെന്റ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. ഒരു പെരുമാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്ന സാധനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പണിഷ്മെന്റ് എന്താ ചെയ്യുക? പണിഷ്മെന്റ് ഒരു ബിഹേവിയറിനെ കുറയ്ക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിമിനൽസിന് പണിഷ്മെന്റ് കൊടുക്കുന്നത്, ക്രിമിനൽസ് ഇനി ക്രൈം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പണിഷ്മെന്റ് എന്നുള്ള വാക്ക് ഡിക്രീസ് ബിഹേവിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്ക് ഇൻക്രീസ് ബിഹേവിയറിന്റെ സാധ്യത കൂട്ടുന്ന സംഭവങ്ങളെയും, പണിഷ്മെന്റ് എന്നുള്ള വാക്ക് ബിഹേവിയറിന്റെ സാധ്യത കുറയ്ക്കുന്ന കോൺസിക്വൻസസിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. ആ കീവേഡ് ഓർത്ത് വയ്ക്കുക. റീഇൻഫോഴ്സ്മെന്റ് ഇൻക്രീസ് ആയിട്ടും പണിഷ്മെന്റ് ഡിക്രീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ വരുന്ന 2 വാക്ക് ഏതാ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇത് വളരെ സിമ്പിൾ ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡിങ് സംതിങ്, എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. അപ്പൊ പോസിറ്റീവ് ആൻഡ് ആഡിങ്, ആ വാക്ക് കണക്ട് ചെയ്ത് പഠിക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് സംതിങ്, എന്തെങ്കിലും നമ്മൾ എടുത്ത് കളയുന്നു. ഓക്കെ, നെഗറ്റീവ് എന്തെങ്കിലും എടുത്ത് കളയുകയാണെങ്കിൽ അതിനെ റിമൂവിങ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. അപ്പൊ പോസിറ്റീവിന്റെ ഒപ്പം ആഡിങ് എന്നുള്ള കീവേഡ് പഠിക്കുക, നെഗറ്റീവിന്റെ ഒപ്പം റിമൂവിങ് എന്നുള്ള കീവേഡ് പഠിക്കുക, റീഇൻഫോഴ്സ്മെന്റ് ഒപ്പം ഇൻക്രീസ് എന്നുള്ള കീവേഡ് പഠിക്കുക, പണിഷ്മെന്റിന്റെ ഒപ്പം ഡിക്രീസ് എന്നുള്ള ഒരു കീവേഡും കൂടി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 4 സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ എന്താ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡിങ് സംതിങ്. എന്താ ആഡ് ചെയ്യുന്നത്? പ്ലസന്റ്. ഓക്കെ, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം ആഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത് അവിടെ? ടു ഇൻക്രീസ് ബിഹേവിയർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എലിയുടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, എലി സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയർ ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട ബിഹേവിയർ. ഓക്കെ, ആ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എലിക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്ത് കൊടുത്തു. എന്താണ്? എലിക്ക് ഇഷ്ടമായിട്ടുള്ള ഫുഡ്. അപ്പൊ ആഡിങ് ഫുഡ് ടു പ്രസ് ലിവർ എന്നുള്ളത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇത് മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ, ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തു. ഹോംവർക്ക് ചെയ്ത സന്തോഷത്തില് പാരന്റ്സോ ടീച്ചറോ കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കുകയാണ്. അപ്പൊ കുട്ടി കുറെ വട്ടം ഹോംവർക്ക് ചെയ്ത് മിഠായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ എന്ത് വരും? ഹോംവർക്ക് ഞാൻ ചെയ്താൽ എനിക്ക് മിഠായി കിട്ടും. സോ ആഡിങ് സംതിങ് പ്ലസന്റ്, മിഠായി, ടു ഇൻക്രീസ് ബിഹേവിയർ. എന്ത് ബിഹേവിയറാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്? ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുക. ഇതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇതിന്റെ ഓപ്പോസിറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ കൂട്ടുന്ന സാധനം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് കളയുക, റിമൂവിങ്. ഇവിടെ എന്താ റിമൂവ് ചെയ്യുന്നത്? റിമൂവിങ് സംതിങ് അൺപ്ലസന്റ്, ഇഷ്ടമല്ലാത്തൊരു കാര്യം റിമൂവ് ചെയ്യുക. ടു ഇൻക്രീസ് ബിഹേവിയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യം എടുത്തു കളയുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മളുടെ സ്കിന്നറിന്റെ ബോക്സിൽ തന്നെ ഉള്ള ഒരു ഉദാഹരണം നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, സ്കിന്നേഴ്സ് ബോക്സ് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന്. സപ്പോസ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ എന്താണ്? ഈ സാധനം ഷോക്ക് ഉണ്ട്. ഷോക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലി അറിയാതെ ആ ലിവർ പ്രസ് ചെയ്ത ഷോക്ക് റിമൂവ് ആവും അല്ലെ? അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. കാരണം എന്താ? ഇവിടെ നമ്മൾ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് എടുത്ത് കളയുന്നുണ്ട്. എന്ത് സ്റ്റിമുലസ് എടുത്ത് കളയുന്നത്? നമ്മൾ ആ ഷോക്കാണ് എടുത്ത് കളയുന്നത്. ഏത് ബിഹേവിയർ കാണിക്കുമ്പോഴാണ് ഷോക്ക് പോകുന്നുള്ളൂ? ആ സ്വിച്ച് അമർത്തുമ്പോഴാണ് ഷോക്ക് പോകുന്നുള്ളൂ. സോ സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയറിന്റെ സാധ്യത കൂടുന്നുണ്ട് എന്ത് കളയുമ്പോൾ? ഷോക്ക് കളയുമ്പോൾ. ആ സ്വിച്ച് അമർത്തിയാൽ ഷോക്ക് റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ സ്വിച്ച് അമർത്തിയാൽ ഷോക്ക് റിമൂവ് ആവും. അപ്പൊ ഇനിയും ഞാൻ സ്വിച്ച് അമർത്തണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിലേക്ക് എലി നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെന്തിന്റെ എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. റിമൂവിങ് സംതിങ് അൺപ്ലസന്റ് ടു ഇൻക്രീസ് ബിഹേവിയർ, സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയർ കൂട്ടാൻ വേണ്ടിയിട്ട്.
ഇനി നെക്സ്റ്റ് നോക്ക്, പോസിറ്റീവ് പണിഷ്മെന്റ്. ആഡിങ് സംതിങ് അൺപ്ലസന്റ് ടു ഡിക്രീസ് ബിഹേവിയർ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡിങ്, പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിന്റെ സാധ്യത കുറയ്ക്കുന്നത്. അപ്പൊ ഇതിന് വളരെ നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത്, കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ നമ്മുടെ പാരന്റ്സ്, ടിപ്പിക്കൽ ഇന്ത്യൻ പാരന്റ്സ് ചെയ്യുന്ന സംഭവം, നല്ല അടി വെച്ചെടുക്കും. ഓക്കെ, അടി എന്ന് പറയുന്നത് സംതിങ് അൺപ്ലസന്റ് ആണ് കുട്ടികൾക്ക്, അല്ലെ? കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്, വേദനയാണ് അടിക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോ കുട്ടീനെ അടിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ബിഹേവിയർ ഡിക്രീസ് ചെയ്യാൻ, വികൃതി എന്ന ബിഹേവിയർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ അടിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് പണിഷ്മെന്റ്. ഈ സ്കിന്നേഴ്സ് ബോക്സിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഗിവിംഗ് ഇലക്ട്രിക് ഷോക്ക് വെൻ ലിവർ ഇസ് പ്രസ്ഡ്. ഈ എലി ആ സ്വിച്ച് അമർത്തിയാൽ ഷോക്ക് വരികയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ആ ബോക്സ് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എലി പിന്നെ ആ സ്വിച്ച് അമർത്തിയാൽ എലിക്ക് എന്ത് കിട്ടും? ഷോക്ക് കിട്ടും. അപ്പൊ രണ്ടാമത് എലി അമർത്തുമ്പോൾ ഷോക്ക് വരും. മൂന്നാമത് എലി അമർത്തുന്നതിന് മുന്നേ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യും, ഞാൻ അമർത്തിയാൽ ഷോക്ക് അടിക്കും എന്നുള്ള ഒരു ബോധം എലിക്ക് ഉണ്ടാവും. അപ്പൊ ആ ബിഹേവിയർ, സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത ബിഹേവിയറിനെ കുറയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് പണിഷ്മെന്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നെഗറ്റീവ് പണിഷ്മെന്റ്. നെഗറ്റീവ് പണിഷ്മെന്റിൽ എന്താ വരിക? റിമൂവിങ് സംതിങ് പ്ലസന്റ് ടു ഡിക്രീസ് ബിഹേവിയർ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവിങ്, പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ഡിക്രീസ് ചെയ്യുക. ഇവിടെ എന്താണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? റിമൂവിങ് ഫുഡ് വെൻ ലിവർ ഈസ് പ്രസ്ഡ്. സ്കിന്നർ ബോക്സ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എലിയുടെ കൂടിന്റെ ഉള്ളിൽ ഫുഡ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, എലി ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ സ്വിച്ച് അമർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുഡ് ബോക്സിന്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അറിയാതെ എലി ആ സ്വിച്ച് അമർത്തുകയാണെങ്കിൽ നമ്മൾ എലിക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് പുറത്തേക്ക് വെക്കുന്നു. ഓക്കെ, അത് നെഗറ്റീവ് പണിഷ്മെന്റിന് ഉദാഹരണമാണ്. ഈ മനുഷ്യരുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, എന്താണ്, ഒരു കുട്ടി, ഓക്കെ, കുട്ടി വികൃതി കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്ത്? അടിച്ചു, അല്ലെ? കുട്ടീനെ പണിഷ് ചെയ്തു. അതിന് പകരം കുട്ടി വികൃതി കാണിക്കുമ്പോൾ കുട്ടിയുടെ ഫേവറേറ്റ് ടോയ്, കളിപ്പാട്ടം നമ്മൾ മാറ്റി വെക്കുകയാണ്, റൂമിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ഫോൺ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ എടുത്തു വെച്ചിട്ട് കുട്ടി വികൃതി കാണിക്കാനുള്ള സാധ്യത കുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. അപ്പൊ ഈ 4 സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ 4 കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ സഹായിക്കും. സോ പഠിക്കുമ്പോൾ ഈ ഒരു ചിത്രം വെച്ചിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ സംഭവമാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവ്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്, പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ 4 എളുപ്പം മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കൊടുത്തിട്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ വളർന്ന് ഒരു അഡൾട്ടായി വരുന്ന ആ സാഹചര്യത്തിൽ റീഇൻഫോഴ്സ്മെന്റ്സും പണിഷ്മെന്റും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുത്തിട്ടാണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു നമ്മുടെ സ്കിന്നർ. ഈ സ്കിന്നറിന്റെ ഇൻസ്പയർ ആയിട്ടുള്ള വാട്സൺ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇവരുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? എല്ലാം എൻവയോൺമെന്റ് ആണ്, പേഴ്സണാലിറ്റി ലേൺഡ് ആണ്, ജനറ്റിക് ആയിട്ട് ഒന്നുമില്ല, ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയും. ഒന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് പുസ്തകം പോലെയാണ് എല്ലാ കുട്ടിയും ജനിച്ചു വരുന്നത്. എല്ലാം പഠിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്നുള്ളൊരു ഉട്ടോപ്യൻ ആശയമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വാട്സന്റെ ഒക്കെ ഒരു കോട്ട് ഉണ്ട്, സ്കിന്നറിന്റെ ഗുരു വാട്സന്റെ ഒക്കെ ഒരു കോട്ട് ഉണ്ട്, എനിക്കൊരു കുട്ടിയെ നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ കൊണ്ടുവന്ന് തരൂ, എന്നിട്ട് ആ കുട്ടീനെ ഒരു ഡോക്ടർ ആക്കണോ, എഞ്ചിനീയർ ആക്കണോ, അല്ലെങ്കിൽ ഒരു പെയിന്റർ ആക്കണോ, മ്യൂസീഷ്യൻ ആക്കണോ, ഒരു കള്ളനാക്കണോ, കൊലപാതകിയാക്കണോ, അതെനിക്ക് പറഞ്ഞു തരൂ. ആ കുട്ടി വലുതാവുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആക്കേണ്ടത് ആ രീതിയിൽ ഞാൻ ആ കുട്ടീനെ തിരിച്ചേൽപ്പിക്കാം. റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും മാത്രം ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ഫുൾ പേഴ്സണാലിറ്റി എനിക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകളായിരുന്നു ഈ ബിഹേവിയറിസ്റ്റുകൾ. അപ്പൊ ആ ഒരു പ്രോസസ്, റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും വെച്ചിട്ട് പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്ന, പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന, രൂപീകരിക്കുന്ന പ്രോസസ്സിനെ ഇവര് വിളിച്ച പേരാണ് ഷേപ്പിംഗ്. ഓക്കെ, നമുക്ക് വേണ്ട രീതിയിൽ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഷേപ്പിംഗ്. ഇവരുടെ അഭിപ്രായത്തിൽ കുട്ടിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പൊട്ടൻഷ്യൽ ഒന്നുമില്ല ജനിക്കുമ്പോൾ, എല്ലാം സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ആണ്. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കുട്ടി വികൃതി കാണിക്കുകയാണെങ്കിൽ കുട്ടീനെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുട്ടിയുടെ ഫേവറേറ്റ് ടോയ് മാറ്റി വെക്കാം, അല്ലെങ്കിൽ കുട്ടി ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ മിഠായി കൊടുക്കാം.
പിന്നെന്താ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഷോക്ക്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കുട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം. ഓക്കെ, ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു കുട്ടിയെ വളർത്തുമ്പോൾ ചെയ്യാം. അപ്പൊ ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് പല രീതിയിൽ കുട്ടിയെ വളർത്തിയെടുക്കാം. റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടും പണിഷ്മെന്റ് കൊടുത്തിട്ടും. അതിൽ തന്നെ 2 തരത്തിൽ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോ ഓൾമോസ്റ്റ് പാരന്റിങ് ക്ലാസ്സസിലൊക്കെ ഇത് പറയുന്നതാണ്. സ്കൂളുകളിലൊക്കെ അധികവും സെമിനാർസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാറുള്ളതാണ് ഗവൺമെന്റിന്റെ ഒക്കെ. പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും പണിഷ്മെന്റ് ഒരിക്കലും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. കുട്ടികളെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒന്നും ലോങ് ടേം പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാൻ ബെനിഫിറ്റ് ആകില്ല എന്നാണ് റിസർച്ചുകളെല്ലാം പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളത് കുട്ടിക്ക് കൊടുക്കുക. ഇത് ഞാൻ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെന്ന് കുട്ടിക്ക് തന്നെ ബോധ്യപ്പെടുത്തുക. ആ രീതിയിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി വളർത്തിയെടുക്കുക. അല്ലാതെ വെറുതെ അടിച്ചും ചീത്ത പറഞ്ഞും അല്ലെങ്കിൽ ടോർച്ചർ ചെയ്തിട്ടൊന്നും കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അതല്ല ഒരു ഐഡിയൽ രീതി എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇപ്പോ സൈക്കോളജിസ്റ്റുകളൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതും കൂടി പുറത്തു വെക്കാം. ഓക്കെ, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഓവർ പണിഷ്മെന്റ്. ഇൻ കേസ് പണിഷ്മെന്റ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വഴിയില്ല, പണിഷ്മെന്റ് കൊടുക്കണമെങ്കിലും ഈ സാധനം കൊടുക്കുക, നെഗറ്റീവ് പണിഷ്മെന്റ്. പോസിറ്റീവ് ഒരിക്കലും കൊടുക്കരുത്. കുട്ടികളെ അടിക്കും പിടിക്കും ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യുക, നെഗറ്റീവ് പണിഷ്മെന്റ്. കുട്ടികളുടെ ഫേവറേറ്റ് കളിപ്പാട്ടെടുത്തേക്ക് അല്ലെങ്കിൽ ഫോൺ വാങ്ങിയിട്ട് കൂട്ടിയേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക കുട്ടികളുടെ ബിഹേവിയർ വികൃതി മാറ്റാൻ വേണ്ടിയിട്ട്. ഒരിക്കലും പോസിറ്റീവ് പണിഷ്മെന്റ് വളരെ ചൈൽഡ് സൈക്കോളജിസ്റ്റുകളൊക്കെ അതിനെതിരെ അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പൊ ബേസിക് ആയിട്ട് അത്രയേ ഉള്ളൂ നമ്മുടെ സ്കിന്നറിന്റെ തിയറി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. റീഇൻഫോഴ്സ്മെന്റോ പണിഷ്മെന്റോ ഏതെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ഏതെങ്കിലും കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ. മനസ്സിലായെങ്കിൽ ഒരാൾ ചോദിക്കും, രണ്ടാളുടെയും കൂടി കൺഫ്യൂഷൻ ആയി. പറയാം. ഓക്കെ, നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് സംതിങ് പ്ലസന്റ് ടു ഡിക്രീസ് ബിഹേവിയർ. പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റിമൂവ് ചെയ്യുന്നത്. ഈ എലിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ബോക്സ് നിങ്ങൾ സങ്കല്പിക്കുക. അതിന്റെ ഉള്ളിൽ ഓൾറെഡി ഫുഡ് ഉണ്ട് എലിക്ക്, എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എലി ഇടുന്നത്. ഓക്കെ, അപ്പോൾ എലിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ എന്ന് പറയുന്നത് എന്താ? എലിയുടെ പ്ലസന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ആ ബോക്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഫുഡാണ്. നമ്മൾ റിമൂവിങ് സംതിങ് പ്ലസന്റ്, എലി ആ സ്വിച്ച് അമർത്തിയാൽ നമ്മൾ ആ ഫുഡ് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എലിക്ക് മനസ്സിലാകും, ഞാൻ സ്വിച്ച് അമർത്തിയാൽ എനിക്ക് ഇഷ്ടമുള്ള എന്റെ ഫുഡ് എനിക്ക് നഷ്ടമാകും, അതുകൊണ്ട് ഞാൻ ഇനി സ്വിച്ച് അമർത്തരുത്. അപ്പൊ അവിടെ ആ ബിഹേവിയർ, സ്വിച്ച് അമർത്തുക എന്നുള്ള ബിഹേവിയർ ഡിക്രീസ് ആയി, കുറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്ത്? ഫുഡ് റിമൂവ് ചെയ്തു. അപ്പോൾ ഈ റിമൂവിങ് ഫുഡ് എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. ഇനി മനുഷ്യരുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ചിലപ്പോൾ കുട്ടിയുടെ ഒരു പാവയോ ഒരു വണ്ടിയോ വേറെ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ ആയിരിക്കും. കുട്ടി അടുത്തുള്ള വീട്ടിലെ കുട്ടീനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വികൃതി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തു. അപ്പൊ ആ വികൃതി കാണിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാരന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ടോയ് ഞാൻ നിനക്ക് 4 ദിവസം തരില്ല, നീ അവനെ അടിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് ഈ കളിപ്പാട്ടം ഞാൻ ഇനി 4 ദിവസം ഉപയോഗിക്കാൻ തരില്ല. ഇനി നീ അവനെ എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം ഞാൻ ഈ കളിപ്പാട്ടം എടുത്ത് വെച്ചുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ കുട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബിഹേവിയർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടി വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ നെഗറ്റീവ് പണിഷ്മെന്റ് ആണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇവിടെ പണിഷ്മെന്റ് വരുമ്പോ അൺപ്ലസന്റ് അല്ലേ വരേണ്ടത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ 4 രീതിയിൽ നമ്മൾ ഡിവിഷൻ കൊടുക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ നേട്ടം നഷ്ടം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിൽ വെക്കാതെ, ഈ പറഞ്ഞിട്ടുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിന്റെ സാധ്യത കുറയ്ക്കുന്നതും റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിന്റെ സാധ്യത കൂട്ടുന്നതും, ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എളുപ്പം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നേട്ടം നഷ്ടം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചത്. പക്ഷെ പണിഷ്മെന്റ് ബിഹേവിയറിന്റെ സാധ്യത കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതും റീഇൻഫോഴ്സ്മെന്റ് ബിഹേവിയറിന്റെ സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും, ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ബിഹേവിയറിസത്തിൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ട്രഡീഷണൽ പണിഷ്മെന്റ് അല്ല അവിടെ വരുന്നത്. മനസ്സിലായോ?
അപ്പൊ അതുകൊണ്ടാണ് ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ റിമൂവ് ചെയ്തത്. നെഗറ്റീവ് പണിഷ്മെന്റോടെ വരുന്നത് നമ്മുടെ ട്രഡീഷണൽ ഡെഫിനേഷൻ ആണെങ്കിൽ പോസിറ്റീവ് പണിഷ്മെന്റിൽ മാത്രം നിർത്തിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി പോയിട്ട് നെഗറ്റീവ് പണിഷ്മെന്റ് എന്നും കൂടി നമ്മൾ പറഞ്ഞത്. സാറേ ഒരു കാര്യം പറയട്ടെ, ഒരു എക്സാമ്പിൾ ആണ് അത്. നെഗറ്റീവ് പണിഷ്മെന്റിൽ വരുമെന്ന് അറിയില്ല. നമ്മുടെ ചോദിച്ചോളൂ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം എന്റെ ചേച്ചിയുടെ മോളെ എക്സാമിന്റെ സമയത്ത് ആള് ഉച്ചക്ക് എക്സാം കഴിഞ്ഞ് വന്ന് TV കാണാതിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആൾക്ക്. അപ്പൊ ആള് TV കാണാതിരിക്കുമ്പോ ഞങ്ങൾ പറയും ഇരുന്ന് പഠിക്കുക, അമ്മ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുന്നിൽ ഇരുന്ന് പഠിക്കാൻ പറയും. അപ്പൊ ആളത് കൂട്ടാക്കില്ല. അപ്പൊ ഇവളുടെ മുത്തശ്ശൻ വന്നിട്ട് എന്താ പറയാന്നറിയോ, നീ TV കാണണത് നിർത്തിയില്ലെങ്കില് അവൾക്ക് എന്നും മുട്ട കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, മുട്ട പൊരിച്ച് കഴിക്കുന്നത്. മുട്ട പൊരിച്ച് കഴിക്കണതും പാല് ഞാൻ കട്ട് ചെയ്യുന്നു. അത് നെഗറ്റീവ് പണിഷ്മെന്റിലല്ലേ വരണേ? അതെ അതെ, നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. കാരണം കുട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് മുട്ടയും പാലും. കുട്ടിയുടെ ബിഹേവിയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് TV കാണുക എന്നുള്ളത്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എടുത്ത് കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. നെഗറ്റീവ് പണിഷ്മെന്റ് നല്ല എക്സാമ്പിൾ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സർ, ഫാദർ ഓഫ് ബിഹേവിയറിസം ചോദിച്ചാൽ അപ്പം സ്പിന്നർ ആണോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്കിന്നർ ആണ്, വാട്സൺ അല്ല. വാട്സണേക്കാളും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള സ്കിന്നർ ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് ഞാൻ പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഹലോ, ചോദിച്ചോളൂ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൂടി എന്ന് പറയാമോ? പറയാം. ഫാദർ ഓഫ് ബിഹേവിയറിസം അധികം ടെക്സ്റ്റ് ബുക്കുകളിലും കാണുന്നത് വാട്സൺ തന്നെയാണ് കേട്ടോ, ഫൗണ്ടിങ് രീതി എന്നുള്ള രീതിയിൽ. അപ്പോ സ്കിന്നർ അല്ല, ഫാദർ ഓഫ് ബിഹേവിയർ എന്ന് ചോദിച്ചാൽ വാട്സൺ തന്നെ അതെ, വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെ ആയതുകൊണ്ടല്ലേ. ഓക്കെ. ഇനി ഏതാ പറയാൻ പറഞ്ഞ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവിങ്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിന്റെ സാധ്യത കൂട്ടുന്നത്. അപ്പൊ റിമൂവിങ് സംതിങ് അൺപ്ലസന്റ് ടു ഇൻക്രീസ് ബിഹേവിയർ. എലിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഷോക്കുള്ള ഒരു ബോക്സിലേക്ക് നമ്മൾ എലീനെ വെക്കുന്നു. അപ്പൊ എലിക്ക് അവിടെ അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്താണ്? ആ ബോക്സിലുള്ള ഷോക്ക് എന്നുള്ളൊരു സ്റ്റിമുലസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഷോക്ക് എന്നുള്ള സ്റ്റിമുലസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എലി എന്താ ചെയ്യുന്നത്? ആ സ്വിച്ച് പ്രസ് ചെയ്താൽ ഷോക്ക് പോകും എന്ന് വിചാരിക്കുക. അപ്പൊ സ്വിച്ച് പ്രസ് ചെയ്യുന്നു, ഷോക്ക് പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവാണ് ഞാൻ എത്രത്തോളം സ്വിച്ച് പ്രസ് അല്ലെങ്കിൽ എപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഷോക്ക് വരുന്നു അപ്പോഴൊക്കെ ഞാൻ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി എന്ന് എനിക്ക് മനസ്സിലാവാണ്. സോ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എലി എന്ത് ചെയ്യും? എപ്പോഴും പോയിട്ട് ഇങ്ങനെ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുക എന്നുള്ള ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. എന്താ നമ്മൾ അവിടെ റിമൂവ് ചെയ്യുന്നത്? അൺപ്ലസന്റ് ആയിട്ടുള്ള ഷോക്ക് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ അവിടുന്ന് എടുത്ത് കളയുന്നത്. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ കൺസെപ്റ്റ് വരുന്നത്. മനസ്സിലായോ? റിയൽ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ്, കുട്ടി ഹോംവർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. കുട്ടി ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു. ഓക്കെ, വളരെ ഉഷ്ണമുള്ള, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയണേ. നല്ല ഉഷ്ണമുള്ള ഒരു റൂമിൽ, സമ്മർ സീസൺ ആണെന്ന് വിചാരിക്കാം, ഉഷ്ണമുള്ള റൂമിൽ കുട്ടിയെ കൊണ്ടിട്ടു. അപ്പൊ അവിടെ അൺപ്ലസന്റ് സ്റ്റിമുലസ് എന്താണ്? അവിടുത്തെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ചൂട്. ഓക്കെ, ഇനി കുട്ടിയോട് പറയാണ് ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിന്നെ ഈ ഉഷ്ണമുള്ള റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയാണ്. അപ്പോ ഹോംവർക്ക് കുട്ടി എത്ര പെട്ടെന്ന് ചെയ്യുന്നോ ആ സമയത്ത് നമ്മൾ അവിടുത്തെ ഉഷ്ണം എടുത്ത് കളയുന്നു. റിമൂവിങ് സംതിങ് അൺപ്ലസന്റ്, ഉഷ്ണം ടു ഇൻക്രീസ് ബിഹേവിയർ. എന്താ ബിഹേവിയർ? ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ബിഹേവിയർ. അതാണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. ക്ലിയർ ആയോ? സാറേ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് 5 മണിക്ക് എഴുന്നേറ്റിട്ട് പഠിച്ചിട്ട് ഇപ്പൊ ICDS സൂപ്പർവൈസറിന് പഠിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ അലാറം വെച്ചിട്ട് കിടന്നുറങ്ങാം. അലാറം വെച്ചിട്ട് കിടന്ന കറക്റ്റ് 5 മണിക്ക് ബെല്ലടിക്കുക. പക്ഷെ എനിക്ക് കിടന്നുറങ്ങാനാണ് താല്പര്യം. പക്ഷെ ഞാൻ എഴുന്നേറ്റ് അത് ഓഫ് ചെയ്തിരുന്ന് പഠിക്കുക. അപ്പൊ ഇതില് വരില്ലേ? യെസ്, വരും. അവിടെ നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ന് പറയുന്നത് അലാം ഉണ്ടാക്കുന്ന സൗണ്ടാണ്. യെസ്, അലാം ഉണ്ടാക്കുന്ന സൗണ്ട് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പെട്ടെന്ന് എണീച്ചിട്ട് അലാം ഓഫ് ആക്കുന്നു. സോ അതും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്നും രാവിലെ എഴുന്നേക്കുക എന്നുള്ള ബിഹേവിയറിന്റെ സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് അൺപ്ലസന്റ് ആയിട്ടുള്ള അലാമിന്റെ സൗണ്ട് കളയുക എന്നുള്ള ഒരു രീതി. ഇത് നല്ല എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ചവർക്ക് ഈ സെക്കൻഡ് എക്സാമ്പിൾ കുറച്ചും കൂടി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.
സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയാൽ കുറെ എണ്ണം അങ്ങനെ കിട്ടും. ഈ ഞാൻ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ എല്ലാം റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അലാം വെച്ചിട്ട് അലാം അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരുപാട് പേര്. ഞാനൊക്കെ പഠിക്കുമ്പോൾ അലാം വെച്ച ആളൊഴികെ ബാക്കി എല്ലാവരും എഴുന്നേക്കും, ഇവൻ മാത്രം എഴുന്നേക്കില്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ സൈക്കോളജി ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമായിരുന്നു എന്നുള്ളൊരു ആശയം കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത തിയറിയിലേക്ക് കിടക്കാം, ഡോളാർഡ് ആൻഡ് മില്ലറിന്റെ തിയറി. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച സംഭവത്തിന്റെ എക്സാക്ട് കോപ്പി, വേണമെങ്കിൽ പ്ലേജിയറിസം എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഹെൻറി മൊറയുടെ നീഡ് തിയറിയിലെ നീഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അതിന്റെ ഒരു എക്സാക്ട് കോപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡോളാർഡ് മില്ലറിന്റെ തിയറി പറയാം. അതിലേക്ക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, വേറൊരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടില്ല. പിന്നെ ഒരു ചെറിയൊരു കാറ്റഗറൈസേഷൻ കൂടി ഉണ്ട്. നമ്മളിപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റിന് തരംതിരിച്ചതുപോലെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അത് ഞാൻ ഫർദർ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു തിയറിയാണ്. രണ്ട് ബിഹേവിയറിസ്റ്റുകളാണ് ഇവര്, ഡൊളാർഡും മില്ലറും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രിട്ടീഷ് ആയിരുന്നു തോന്നുന്നു. ഓക്കെ, ഇവരുടെ ഹിസ്റ്ററി അധികം ഞാൻ അന്വേഷിച്ചില്ല. ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല കഥയുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ അവരുടെ തിയറി എന്ന് പറയുന്നത്, അതിനെ നമ്മളിപ്പോ സ്കിന്നറിന്റെ തിയറി ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് വിളിച്ചതുപോലെ ഡോളാർഡ് ആൻഡ് മില്ലറിന്റെ തിയറിനെ സ്റ്റിമുലസ് റെസ്പോൺസ് പാരഡൈം അല്ലെങ്കിൽ SR പാരഡൈം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, SR പാരഡൈം ഇവരുടെ തിയറിനെ മാത്രമായിട്ടല്ല, ബിഹേവിയറിസ്റ്റിക് തിയറീസിനെ നമ്മൾ SR പാരഡൈം എന്നുള്ള പേര് കൊണ്ട് വിളിക്കാറുണ്ട്. പക്ഷെ ഈ ഡോളാർഡ് ആൻഡ് മില്ലറിന്റെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സ്റ്റിമുലസ് റെസ്പോൺസ് പാരഡൈം എന്നുള്ള രീതിയിൽ അധികം കണ്ടുവരാറുണ്ട് സാധാരണ ഇവരുടെ തിയറി. ഓക്കെ, അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് പാരഡൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏത് ആശയത്തിൽ നിന്നാണ് വന്ന്, ഹൾസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്കിന്നറിന്റെ ആണെങ്കിൽ വാട്സൺ പാവലോ എന്ന് പറയുന്ന ആൾക്കാരുടെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ആ തിയറി ഉണ്ടായെടുത്തത് എന്ന് പറയുന്നത് പോലെ തന്നെ ഹൾസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞൊരു തിയറിയിൽ നിന്നാണ് ഈ ഡൊളാർഡ് ആൻഡ് മില്ലർ അവരുടെ ഒരു പേഴ്സണാലിറ്റി തിയറി ഉണ്ടാക്കിയെടുത്തത്. ഈ സാധനം ഹൾസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് ഹെൻറി മൊറയുടെ നീഡ് തിയറി ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ള ഒരു സാധനമാണ്. അത് സൈക്കോളജിയുടെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു പുതിയ സയൻസ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു റഫ്ലി 1870-കളിലൊക്കെയാണ് ഫിലോസഫിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് സൈക്കോളജി ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയത്. അപ്പൊ ഒരു 100 കൊല്ലത്തിൽ ഒരു പുതിയൊരു ആശയം ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തിട്ട് ഒരുപാട് തിയറീസ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കുറെ തിയറീസ്, മെയിൻ തിയറീസും കുറെ തിയറീസിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ നോക്കിയത്, ഇമ്പോർട്ടന്റ് ആയതും അല്ലാത്തതൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിയറി ഉണ്ടാക്കിയതിന്റെ എന്താ പറയുക അവസ്ഥ, അതില്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് എന്ന നിലയിൽ കുറെ സിമിലാരിറ്റീസ് പലരുടെയും തിയറീസിൽ വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഹെൻറി മൊറയുടെ നീഡ് തിയറി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയും വരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ എല്ലാ മനുഷ്യനും ഒരു നീഡ് ഉണ്ട്, ഒരു ആവശ്യമുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി നീഡ് എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഹള്ള് പറയുന്നത് ആ നീഡിന് പകരം എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഡ്രൈവ് ഉണ്ട് എന്നാണ് പറയുന്നത്. നീഡ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഡ്രൈവ് എന്നുള്ള ഒരു വാക്ക് ആഡ് ചെയ്തു, വേറൊരു വ്യത്യാസമില്ല. ഓക്കെ, സോ നമ്മളെ ഓരോ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നത് നീഡാണെന്ന് ഹെൻറി മൊറ പറഞ്ഞതുപോലെ നമ്മളെ ഓരോ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നത് ഡ്രൈവ് ആണെന്നാണ് ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയത്തെ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ ഡൊളാർഡ് ആൻഡ് മില്ലറിന്റെ സ്റ്റിമുലസ് റെസ്പോൺസ് പാരഡൈം ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റിമുലസ് ആണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളെ ഒരു ബിഹേവിയറിലേക്ക് എത്തിക്കുന്നു, ഒരു ആക്ഷനിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ഹെൻറി മൊറയുടെ തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അതേ സംഭവം തന്നെ. ഹങ്കർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവ്, ഒരു സ്റ്റിമുലസ് ആണ് ഹങ്കർ. ഓക്കെ, വിശപ്പ്. അപ്പൊ വിശപ്പ് എന്നുള്ള ഡ്രൈവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈറ്റ് ചെയ്യും, നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കും. സോ ഒരു ഡ്രൈവ് ഉണ്ടാകുന്നു നിങ്ങളുടെ ഉള്ളിൽ, ആ ഡ്രൈവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ ചെയ്യുന്നു. അതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള ആശയം വരുന്നത്. സോ ഹങ്കർ എന്ന് പറയുന്ന ഡ്രൈവ് വരുമ്പോൾ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ ഉള്ളിൽ തേഴ്സ്റ്റ്, ദാഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒരു എക്സാമ്പിൾ. ഓക്കെ, ലവിനൊരു ഡ്രൈവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് തേടി പോകുന്നത് വേറൊരു എക്സാമ്പിൾ.
നമ്മുടെ ഹെൻറി മൊറയുടെ നീഡ്സ് എടുത്തപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി നീഡ്സ് എന്നുള്ള രീതിയിൽ ഞാൻ തരംതിരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഡ്രൈവുകളെ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ് ഇതിനെയൊക്കെ പ്രൈമറി ഡ്രൈവ് എന്നുള്ള പേര് കൊണ്ടും അല്ലാതെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഡ്രൈവ്സിനെ സെക്കൻഡറി ഡ്രൈവ് എന്നുള്ള പേര് കൊണ്ടുമാണ് ഹള്ള് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കാം. സോ ഡ്രൈവ് എന്ന് പറയുന്ന ബേസിക് ആശയമാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഈ ഡൊളാർഡ് ആൻഡ് മില്ലർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു. അവരെന്താ അഡീഷൻ കൊടുത്തത്? ക്യൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഹങ്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയുന്ന ഡ്രൈവ് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ വിശപ്പ് ഉണ്ടാകുന്നു. അപ്പൊ വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഭക്ഷണം പോയി കഴിക്കുന്നതാണ്. അവിടെ ഒരു ചോദ്യം വരും, എന്ത് ഭക്ഷണം കഴിക്കും അല്ലെ? ഡയറക്ഷൻ ടു അവർ ആക്ഷൻസ് എന്നാണ് അവർ അതിനെ വിളിച്ചത്. കുറെ ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എന്താ പറയാ, ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ വിശപ്പ് മാറ്റാം. അപ്പൊ ഏത് ഭക്ഷണം കഴിക്കുമെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അതിനെയാണ് അവർ ക്യൂ എന്ന് വിളിച്ചത്. നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു കുഴിമന്തിയുടെ ഒരു ഹോട്ടലിന്റെ മുന്നിലാണ് നിങ്ങൾ പോയി നിന്നതെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കാനാണ് സാധ്യത? കുഴിമന്തി കഴിക്കാനാണ് സാധ്യത. അപ്പൊ അവിടെ ഡ്രൈവ് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ച ക്യൂ എന്ന് പറയുന്നത് എന്താണ്? കുഴിമന്തി എന്ന് പറയുന്ന സ്റ്റിമുലസ്, ആ ഹോട്ടലാണ് നിങ്ങളെ ഡ്രൈവ് റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത്. സോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് നല്ല വിശപ്പ് വരുന്ന സമയത്ത് അമ്മ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ പൊട്ടിച്ച ദമ്മിന്റെ ഇങ്ങനെ മണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ക്യൂ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ എന്ത് കഴിക്കണം, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ റൂമിൽ പോയിട്ട് ഈ ഇന്നലെ വാങ്ങി വെച്ച ബിസ്ക്കറ്റോ ജിലേബിയോ ലഡു ഒക്കെ കഴിക്കാം. പക്ഷെ അവിടെ ഒരു സ്ട്രോങ് ക്യൂ, ഒരു സിഗ്നൽ വന്നു. സിഗ്നൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചത് നിങ്ങളുടെ അടുത്തെത്തി. അപ്പോൾ നിങ്ങൾ എന്ത് കഴിക്കാൻ തീരുമാനിച്ചു? വിശപ്പ് മാറ്റാൻ ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആക്ഷൻ. പക്ഷെ നിങ്ങൾക്ക് പല രീതിയിൽ അത് ചൂസ് ചെയ്യാം. ആ ഏത് ആക്ഷൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് ക്യൂ ആണ്, ഒരു സിഗ്നൽ ആണ്. ആ സിഗ്നലിനെ വിളിച്ച പേരാണ് ക്യൂ, അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള സ്റ്റിമുലസിനെ വിളിച്ച പേരാണ് ക്യൂ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഈ സ്കിന്നർ പറഞ്ഞ പോലെ ആഡിങ്, റിമൂവിങ്, പ്രോബബിലിറ്റി, കുറയ്ക്കുക, കൂട്ടുക, അതൊന്നുമില്ല. ഈ ഡ്രൈവ് കുറയ്ക്കുന്നത് എന്തോ അതെല്ലാം റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പോൾ വിശക്കുന്നു, എന്താ പറയാ, വിശക്കുമ്പോൾ വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിരിയാണി കഴിക്കുന്നു. അപ്പൊ ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞ ആക്ഷൻ അവിടെ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റ്. പണിഷ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡൊളാർഡ് ആൻഡ് മില്ലർ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവരുടെ തിയറി അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പോവാതെ ബിഹേവിയറിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ഇടയിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു തിയറി ആയിട്ട് മാറിയത്. ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡ്രൈവ് കുറയ്ക്കാൻ സഹായിച്ച ആക്ഷൻ എന്താണോ അതാണ് എന്നുള്ളൊരു ആശയമായിരുന്നു ഇവരുടെ തിയറിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ വേറൊരു ടേമും കൂടി ഇവരുണ്ടാക്കിയെടുത്തു, ഹാബിറ്റ്, ശീലങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശീലങ്ങൾ, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അല്ലേ. ഈ ഹാബിറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ക്യൂ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ തമ്മിൽ എപ്പോഴും പെയറിങ് നടക്കുകയാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആവും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഈ താഴെ കൊടുത്തിരിക്കുന്ന സംഭവം നോക്ക്. ഡ്രൈവ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡ്രൈവ് ഉണ്ടാകുന്നു. ആ ഡ്രൈവ് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, ഒരു ക്യൂയിലേക്ക് നിങ്ങളെ നയിക്കുന്നു. ആ ക്യൂ കാണുമ്പോൾ നിങ്ങളൊരു റെസ്പോൺസ് അവിടെ കാണിക്കുന്നു. ആ റെസ്പോൺസ് ചെയ്യുമ്പോൾ അതൊരു റീഇൻഫോഴ്സ്ഡ് ബിഹേവിയർ ആയിട്ട് മാറുന്നു അല്ലെ. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ വിശപ്പ് എന്നുള്ളൊരു ഡ്രൈവ് വിശപ്പിനെ ഏത് ക്യൂവിലേക്ക് നയിച്ചു? അമ്മയുടെ ബിരിയാണിയിലേക്ക് നയിച്ചു. അമ്മയുടെ ബിരിയാണി കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അമ്മയുടെ ബിരിയാണി കഴിച്ചാൽ വിശപ്പ് കുറയും എന്ന് നിങ്ങൾ മനസ്സിലാക്കി, ലേൺ ചെയ്തു. ഓക്കെ, ഇങ്ങനെ സ്ഥിരമായിട്ട് ഡ്രൈവ്, ക്യൂ, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെന്റ് ഇതേ രീതിയിൽ സ്ഥിരമായിട്ട് ഡെയിലി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വിശപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയുടെ മണം വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബിരിയാണി തേടി പോകും. മനസ്സിലായില്ലേ? അതിനെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഒരു അസോസിയേഷൻ അവിടെ ഉണ്ടായിയെടുത്തു. ഈ എക്സ്ട്രാ ക്യൂവിന്റെ ആവശ്യം അവിടെ ഇല്ല. ഡ്രൈവ് ആൻഡ് റെസ്പോൺസ് തമ്മിൽ ഡയറക്റ്റ്ലി ഒരു കണക്ഷൻ ഉണ്ടായി മാറി. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാത്രി ഇരുന്ന് ടി വി കാണുകയാണ് അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സോ കുർക്കുറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വിശന്നു. ആദ്യമൊക്കെ കേസസിൽ നിങ്ങൾ വിശന്നിട്ട് അറിയാതെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ലേസ് കണ്ടു. അപ്പൊ അവിടെ ഒരു ക്യൂ ആയി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ലേസ് കഴിച്ച് നിങ്ങളുടെ വിശപ്പ് മാറ്റി. അപ്പൊ അതൊരു റീഇൻഫോഴ്സ്ഡ് ബിഹേവിയർ ആയി. ഇതന്നെ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നു, ലേസ് കഴിക്കുന്നു, വിശക്കുന്നു, ലേസ് കഴിക്കുന്നു. പിന്നീട് വീട്ടിലിരിക്കുന്ന സമയത്ത് എപ്പം നിങ്ങൾക്ക് വിശപ്പ് വന്നാലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫ്രിഡ്ജ് തുറന്ന് ലേസ് എടുത്ത് കഴിക്കും.
അപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഡൊളാഡ മില്ലർ പറയുന്നത്. നമ്മൾ കോപ്പ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വിശപ്പ് വരുന്ന രീതി, വിശപ്പ് തന്നെ വേണമെന്നില്ല. ചില സമയത്ത് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവാം, അല്ലെ? സങ്കടം വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ സങ്കടം എന്നുള്ളൊരു ഡ്രൈവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായി മാറും? അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും, ഒരു അസോസിയേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവര് ഡൊളാഡ് ആൻഡ് മില്ലർ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള വാക്കുകൾ, ഡ്രൈവ് എന്താണ്, ക്യൂ എന്താണ്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ തന്നെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ അത് തന്നെയാണ്. പിന്നെ ഹാബിറ്റ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ്, ക്യൂ, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെന്റ്, ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് ഡ്രൈവും സ്റ്റിമുലസും തമ്മിൽ പെയർ ആവും. അതിനെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സ്ട്രാ സാധനം ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് ഈ 3 ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നല്ല. ഹെൻറി മുറയുടെ നീഡ് തിയറിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒപ്പോസിങ് നീഡ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. മുറയുടെ ജീവിതത്തിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, അയാൾക്ക് ഭാര്യയുടെ ഒപ്പം നിൽക്കണമെന്നുണ്ട്, അതേസമയം എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഏർപ്പെടണമെന്നുണ്ട്. അപ്പൊ രണ്ട് ഒപ്പോസിങ് നീഡ് അയാളുടെ ഉള്ളിൽ ഒരുപാട് സൈക്കോളജിക്കൽ ടെൻഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. ഇതേപോലെ തന്നെയാണ് ഡൊളാഡ് ആൻഡ് മില്ലർ പറയുന്നത്, ഓപ്പോസിങ് ഡ്രൈവ്സ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള ഡ്രൈവുകൾ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇത് പറയുന്നതോടൊപ്പം തന്നെ ഇവരൊരു 3 കാറ്റഗറീസ് ഓഫ് കോൺഫ്ലിക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറീസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഇങ്ങനെ 3 കാറ്റഗറീസ് ഇവരുടെ തിയറിയിൽ അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ കാറ്റഗറി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്, ഏറ്റവും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, ഇൻഡിവിജ്വൽ മസ്റ്റ് മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ 2 റിവാർഡിംഗ് സ്റ്റിമുലൈ സച്ച് ആസ് ഹാവിംഗ് ഐസ്ക്രീം ഓർ കുക്കീസ് ഫോർ എ ഡെസേർട്ട്. നിങ്ങൾക്ക് വിശന്നപ്പോ വീട്ടില് സ്ട്രോബെറി ഐസ്ക്രീമും ഉണ്ട്, ചോക്ലേറ്റ് ഐസ്ക്രീമും ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണ്, ചോക്ലേറ്റ് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണ്. അപ്പം സ്ട്രോബെറി ഐസ്ക്രീമും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നു, ചോക്ലേറ്റ് ഐസ്ക്രീമും നിങ്ങളെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാടി വിളിക്കുന്നു. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ്, രണ്ടോ ഈക്വലി ഡിസൈറബിൾ ആയിട്ടുള്ള ഡ്രൈവുകൾ നിങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു നിങ്ങളുടെ മനസ്സിൽ വേണമെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാം, ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ. പക്ഷെ ഈ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇല്ല. ഏത് കിട്ടിയാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി. സ്ട്രോബെറി ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും എന്താ, നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്, റിവാർഡ് പോലെ തന്നെയല്ലേ, നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ഐസ്ക്രീം ചൂസ് ചെയ്തിട്ട് ഈ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാം എന്നാണ് ഡൊളാഡ് ആൻഡ് മില്ലർ പറയുന്നത്. അപ്പോൾ ഈക്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള 2 സ്റ്റിമുലസ് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. 2 ഐസ്ക്രീമുകൾ പോലെ. ഇനി വേറൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ. അവിടെ ഒരു വശത്ത് നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ട് അതിങ്ങനെ വിളിക്കുന്നു ആ സ്റ്റിമുലസ്, അതേസമയം ആ സ്റ്റിമുലസ് നിങ്ങളെ തള്ളി മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റിമുലസ് ഉണ്ടാവാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഡയറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ഭക്ഷണം കൺട്രോൾ ചെയ്യണം. സോ അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ ഡ്രൈവ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ വിശപ്പ്. ഓക്കെ, വിശപ്പ് എന്നുള്ള ഡ്രൈവ് ഉണ്ടാകുമ്പോൾ അടുക്കളയിൽ ഇരിക്കുന്ന ഭക്ഷണം നിങ്ങളെ മാടി വിളിക്കുന്നു. സോ അതൊരു അപ്രോച്ചാണ്. ഓക്കെ, അതേസമയം ആ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ഡയറ്റ് തെറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് ഒരേ സമയം എന്തും ചെയ്യണം, മാറിപ്പോവുകയും ചെയ്യണം. അപ്പൊ ഒരേ സമയം ഭക്ഷണം നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടും തോന്നുന്നു, പക്ഷേ നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റുന്ന അവസ്ഥ. അതിനെ പറയുന്ന പേരാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 2 ഓപ്പോസിംഗ് ആയിട്ടുള്ള നീഡ്സ് വരുന്നതിനെ പറയുന്നവരാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇവിടെ എന്താന്ന് വെച്ചാൽ 2 ഈക്വലി റിപ്പൾസീവ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഫുഡിന്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, വിശപ്പ് വരുന്നു. ഓക്കെ, നല്ല പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു ജ്യൂസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഓക്കെ, കയ്പയ്ക്കയുടെ ജ്യൂസ് മാത്രമേ അടുക്കളയിലുള്ളൂ എന്ന് വിചാരിക്കുക. വേറെ സമയത്ത് വഴുതനങ്ങ വെച്ച് ജ്യൂസ് അടിക്കുക അറിയില്ല കേട്ടോ, വഴുതനങ്ങ ജ്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. കയ്പയ്ക്ക നിങ്ങൾ കഴിക്കില്ല, വഴുതനങ്ങ നിങ്ങൾ കഴിക്കില്ല. അപ്പൊ വിശക്കുന്നുണ്ട്, വിശപ്പ് മാറ്റാൻ ഭക്ഷണം അകത്തേക്ക് ചെല്ലണം, ആ ഒരു ഡ്രൈവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ കയ്പയ്ക്കയിൽ നിന്നും അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ മാറിപ്പോവാണ്, വഴുതനങ്ങയിൽ നിന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ മാറിപ്പോവാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ട്രാപ്പഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്, അല്ലെ?
ഇതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്റ്റിമുലസ് ആണ് ഡ്രൈവ് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അതിന് ഉദാഹരണമാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. റിയൽ ലൈഫിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഡോളാർഡ് ആൻഡ് മില്ലർ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും നല്ല ടോർച്ചർ ചെയ്യാണ് കുട്ടികളെ, അങ്ങനെയാണ് വളർത്തുന്നതെന്ന് വിചാരിക്കാം, റഫ് പാരന്റിങ്. ഓക്കെ, അപ്പൊ ഈ കുട്ടിക്ക് സെക്യൂരിറ്റി ആൻഡ് ലവ് എന്ന് പറയുന്ന ഒരു നീഡ് ഉണ്ട്. ഓക്കെ, ലവും സെക്യൂരിറ്റിയും വേണം. ഓക്കെ, കുട്ടിക്ക് പാരന്റ്സിന്റെ ലവും സെക്യൂരിറ്റിയും കിട്ടാൻ 2 ചോയ്സേ ഉള്ളൂ, അച്ഛൻ ആൻഡ് അമ്മ, അല്ലെ? പക്ഷെ അച്ഛനും ഉപദ്രവിക്കും അടുത്ത് ചെന്നാൽ അമ്മയും അടുത്ത് ചെന്നാൽ ഉപദ്രവിക്കും. അപ്പൊ ഈ ഡ്രൈവ്, സെക്യൂരിറ്റി ആൻഡ് ലവിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവ് രണ്ടും അവോയ്ഡൻസിലാണ് കലാശിക്കുന്നത്. കുട്ടിക്ക് അത് കിട്ടാതെ ഭയങ്കര കോൺഫ്ലിക്റ്റ് മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിലും വേണമെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. സോ ഇതാണ് ഈ ഡോളാർഡ് ആൻഡ് മില്ലറിന്റെ കോൺഫ്ലിക്റ്റിന്റെ 3 ബേസിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ തിയറിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഡ്രൈവ് എന്താണ്, ക്യൂ എന്താണ്, ഡ്രൈവ് റിഡക്ഷനെയാണ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്നത്. സ്ഥിരമായിട്ട് ഡ്രൈവും റെസ്പോൺസും തമ്മിൽ ഇങ്ങനെ ക്യൂയിലൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമായിട്ട് മാറും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആശയം. പിന്നെ ഒപ്പോസിറ്റ് ഡ്രൈവ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു, എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആശയം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സെക്കൻഡ് വൺ ഒന്നുകൂടി പറയുക. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. പറയാം. അപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു? ഡയറ്റിന്റെ എക്സാമ്പിൾ അല്ലേ? ഡയറ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത് എന്താണ്? ഒരേ സമയം നിങ്ങളെ ഫുഡ് ആകർഷിക്കും ചെയ്യുന്നുണ്ട്, അതേ സമയം നിങ്ങളെ തള്ളി മാറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു കോമൺ റെലവെന്റ് എക്സാമ്പിള് പ്രൊപ്പോസൽ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി. ഓക്കെ, ഈ പെൺകുട്ടിയാണ് ക്യൂ. ഒരേ സമയം നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് പോയിട്ട് നിങ്ങളുടെ ഇഷ്ടം പറയണമെന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അതേ സമയം ഈ പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞാൽ റിജക്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം ഇഷ്ടം പറയണ്ട എന്നുള്ളൊരു ഡ്രൈവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ ഇങ്ങനെ ഒപ്പോസിംഗ് ആയിട്ടുള്ള 2 ഡ്രൈവ്, ഇഷ്ടം പറയാനുള്ള ഡ്രൈവും ഇഷ്ടം പറയാതിരിക്കാനുള്ള ഡ്രൈവും ഒരേ സമയം വരികയാണെങ്കിൽ അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ക്യൂ മുതലുള്ള ഭാഗം ക്യൂ ആണോ? ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു, വിശക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വിശപ്പ് എന്നുള്ള ഡ്രൈവ് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ആക്ഷനാണ്. വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കണം. പക്ഷെ ഈ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കുന്നത് ഒറ്റ രീതിയിൽ മാത്രമാണോ? അല്ല, കുറെ ചോയ്സസ് ആ വ്യക്തിയുടെ മുന്നിലുണ്ട്. ഒരുപാട് ഭക്ഷണ രീതികൾ ആ വ്യക്തിയുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ ആ വ്യക്തിക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പൊ ഏത് ഭക്ഷണം കഴിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് അധികം കേസസിലും എൻവയോൺമെന്റിലുള്ള ഒരു സ്റ്റിമുലസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടില് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം വെച്ചിട്ട് ഒരു ഫുഡ് കുക്ക് ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാകുന്നു, ഈ ഫുഡ് കുക്ക് ചെയ്യുന്ന മണം സ്റ്റിമുലസ് ആയിട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതാണ് അവിടുത്തെ ക്യൂ. ഫുഡ് കുക്ക് ചെയ്യുന്ന സ്മെല്ലാണ് അവിടുത്തെ ക്യൂ. ആ സ്മെല്ല് കാരണം നിങ്ങൾ പോയിട്ട് ആ ഫുഡ് കഴിക്കുന്നു. ഓക്കെ, റെസ്പോൺസ് ഉണ്ടാക്കുന്നു അവിടെ. സോ അതാണ് ഡ്രൈവ്, ക്യൂ ആൻഡ് റെസ്പോൺസ് തമ്മിലുള്ള കണക്ഷൻ. ഇനി ഈ ഫുഡ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ പുല്ലോ കല്ലോ എന്ത് വേണമെങ്കിലും തിന്നുമായിരിക്കും. ഈ സർവൈവൽ കേസസിലൊക്കെ ആൾക്കാർ അങ്ങനെ കഴിച്ചിട്ട് സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ? അപ്പൊ അതേപോലെ അവിടെ വിശപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രൈവ് ഉണ്ടാകുമ്പോൾ ആകെ എൻവയോൺമെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യൂ എന്ന് പറയുന്നത് ചുറ്റുമുള്ള പുല്ലും കല്ലൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ഗതിയില്ലാതെ പുല്ലും കല്ലൊക്കെ തിന്നും. ഓക്കെ, അപ്പൊ എന്താണോ എൻവയോൺമെന്റിൽ ഉള്ളത് നിങ്ങളുടെ ആ ഡ്രൈവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ ക്യൂ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ക്യൂ വെച്ചിട്ട് നിങ്ങൾ റെസ്പോൺസ് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ആ ഡ്രൈവ്, വിശപ്പ് എന്നുള്ള ഡ്രൈവ് കുറയുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇപ്പൊ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് റിഡക്ഷൻ തന്നെയാണ് എന്നാണ് ഡോളാർഡ് ആൻഡ് മില്ലർ പറയുന്നത്. എക്സ്ട്രാ നമ്മൾ അതിന് കുറെ ടേംസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്തത് ആ ബിഹേവിയർ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ റിപ്പീറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹാബിറ്റിലൂടെയാണ് അത് റിപ്പീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അതൊരു ഹാബിറ്റായി മാറുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഡ്രൈവ്, നിങ്ങൾക്ക് വിശക്കുന്നു, നിങ്ങൾ അടുക്കള പോയിട്ട് ഇങ്ങനെ തപ്പിയപ്പോ ക്യൂ ലേസിന്റെ പാക്കറ്റ് കിട്ടി, ലേസിന്റെ പാക്കറ്റ് നിങ്ങൾ കഴിച്ചിട്ട് അതൊരു റീഎൻഫോഴ്സ്ഡ് ബിഹേവിയർ ആയി മാറി, വിശപ്പ് മാറി, റീഎൻഫോഴ്സ്ഡ് ബിഹേവിയർ ആയിട്ട് മാറി.
സെക്കൻഡ് ദിവസം നിങ്ങൾ വിശക്കുന്നു, തപ്പുമ്പോൾ വേറെ ലേസിന്റെ പാക്കറ്റ് ഉണ്ട്, പിന്നെ റെസ്പോൺസ് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ വിശപ്പ് എന്താ പറയാ മാറി, അപ്പൊ അതൊരു റീഇൻഫോഴ്സ്ഡ് ബിഹേവിയർ ആയി. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഈ ലേസിന്റെ പാക്കറ്റ് പിന്നെ കാണേണ്ട ആവശ്യമില്ല. വിശക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലേസ് മനസ്സിലേക്ക് ഓർമ്മ വരും, നിങ്ങൾ പോയിട്ട് ലേസ് പൊട്ടിച്ച് കഴിക്കും. അപ്പോൾ ഡ്രൈവ് ആൻഡ് റെസ്പോൺസ് തമ്മിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ആ ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറി എന്നാണ് നമ്മൾ അല്ലെങ്കിൽ ഡൊളാഡ മില്ലർ അതാണ് ഹാബിറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? അതായത് നമ്മുടെ റെസ്പോൺസ് നമ്മുടെ ഡ്രൈവിനെ അട്രാക്ട് ചെയ്യുന്നതാണോ, അതിനെയാണ് ക്യൂ എന്ന് പറയുന്നത്, അങ്ങനെയാണോ? അതായത് നമുക്ക് റെസ്പോൺസ് ഏത് ചെയ്യണം എന്ന് കാണിക്കുന്ന എൻവയോൺമെന്റിലുള്ള സിഗ്നൽ, അതിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയണോ എന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ ഈ പാരന്റിങ്ങിന്റെ സിറ്റുവേഷൻ എടുത്തു നോക്കാം നമുക്ക്. ഓക്കെ, പാരന്റിങ്ങിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഈ എന്താ പറയാ, ഈ കുട്ടിക്ക് മറ്റേ നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ കുട്ടിക്ക് ഈ സെക്യൂരിറ്റി ആൻഡ് ലവ് എന്ന് പറയുന്ന ഡ്രൈവ് ഉണ്ട്. ആ സെക്യൂരിറ്റി ആൻഡ് ലവ് എന്ന് പറയുന്ന ഡ്രൈവ് റിഡക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ ആ ഡ്രൈവ് കുറയുന്നത് ഹഗ്ഗിങ്, അല്ലെങ്കിൽ കുട്ടിയെ ഇങ്ങനെ എടുത്ത് തലോടുന്നത്, താരാട്ടുന്നത്, ആ ഒരു ആക്ഷനിലൂടെയാണ്, ആ ഒരു റെസ്പോൺസിലൂടെയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോ കുട്ടിക്ക് എപ്പോ സ്നേഹം തോന്നുന്നു അപ്പൊ കുട്ടിക്ക് ആരുടെങ്കിലും ഹഗ് വേണം, അല്ലെങ്കിൽ ആരുടെങ്കിലും ലാളന വേണം. ഓക്കെ, അപ്പൊ ഈ ഹഗ്ഗും ലാളനയും കുട്ടിക്ക് എപ്പോഴും കൊടുക്കുന്നത് എൻവയോൺമെന്റിൽ ആരാ? കുട്ടിയുടെ പ്രൈമറി കെയർടേക്കർ അല്ലെങ്കിൽ അമ്മ എന്നുള്ളൊരു ഫിഗർ അല്ലേ. സോ ഈ ലവ് എന്നുള്ള ഡ്രൈവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് വേണ്ട റെസ്പോൺസ് ഹഗ്ഗിങ്, കെട്ടിപ്പിടുത്തം, ഉമ്മ, താരാട്ട് തുടങ്ങിയുള്ള ആക്ഷൻസ് ആണ്. ഇത് ഏത് സ്റ്റിമുലസിലൂടെയാണ് കിട്ടുന്നത്? അവിടെ അമ്മ എന്ന് പറഞ്ഞൊരു ക്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിലൂടെ അല്ലേ കിട്ടുന്നത്. ആ അമ്മ എന്ന് പറയുന്ന എൻവയോൺമെന്റിലുള്ള സ്റ്റിമുലസിനെയാണ് നമ്മൾ അപ്പൊ അവിടെ ക്യൂ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സാറേ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ക്യൂ വെച്ചിട്ടുള്ളതാണോ പറഞ്ഞത്? അതെ അതെ, ഇത് യെസ്, അത് ഞാൻ പറയാൻ എന്താന്ന് വെച്ചാൽ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൂടി ഇതിലേക്ക് എടുത്തിട്ടാകെ കുഴഞ്ഞൊരവസ്ഥയാവും. വളരെ സിമിലാരിറ്റി ഉണ്ട് അതായിട്ട്. അതായത് എൻവയോൺമെന്റിൽ ഒരു ആക്ഷൻ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സാധനം, അതിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഫുഡിനെ വിശപ്പിനെ സംബന്ധിക്കുമ്പോൾ ചിലപ്പോൾ ക്യൂ എന്ന് പറയുന്ന അടുക്കളയിലുള്ള ഫുഡാകാം. ഇപ്പൊ ഈ കുട്ടിക്ക് ഹഗ്, ലവ് അല്ലെങ്കിൽ കിസ്, ഇതൊക്കെ ക്യൂ എന്ന് പറയുന്നത് അമ്മയാകാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം. ആ ഒരു രീതിയിലാണ് ഡൊളാഡ മില്ലർ അതിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, രാവിലെ അത് വെച്ചിട്ട് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? എഴുന്നേക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡ്രൈവ് ആണ്. ഓക്കെ, അലാറാം എന്ന് പറയുന്നത് ക്യൂ ആണ്. റെസ്പോൺസ് എഴുന്നേക്കുന്നു, റീഇൻഫോഴ്സ്മെന്റ് ആ ഡ്രൈവ്. യെസ്, പറയാം. ഓക്കെ, അവിടെ ഡ്രൈവ് എന്ന് പറയുന്നത് എഴുന്നേക്കുക എന്നുള്ളതായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം പാസ് ആവണം ICDS, അപ്പൊ ഒരു അച്ചീവ്മെന്റിനുള്ള ഡ്രൈവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു സെക്കൻഡറി ഡ്രൈവ് ആണ് അത്. ആ ഒരു ഡ്രൈവ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് റെസ്പോൺസ് കാണിക്കണം? രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ള റെസ്പോൺസ് കാണിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ക്യൂ അലാം ക്ലോക്ക്, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. കറക്റ്റ് ആണ്. വേറെന്തെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഇവര് രണ്ടുപേരല്ലാതെ നിങ്ങളുടെ സിലബസിൽ ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട്, ആൽബർട്ട് ബാൻഡുറ എന്ന് പറയുന്ന ഒരു അടിപൊളി വ്യക്തിയുടെ തിയറി പഠിക്കാനുണ്ട്. പക്ഷെ ആൽബർട്ട് ബാൻഡുറേനെ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ചേർത്തിട്ട് പഠിപ്പിക്കുന്നത് സൈക്കോളജി പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്നൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ തിയറിയിലേക്കാണ് അദ്ദേഹം എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ടോപ്പിക്, ആൽബർട്ട് ബാൻഡുറ
ബിഹേവിയറിസ്റ്റ് സോഷ്യൽ പെർസ്പെക്റ്റീവിൽ ലേണിംഗ് ആണോ? സോഷ്യൽ ലേണിംഗ് ആണോ? സോഷ്യൽ ലേണിംഗ് ആൻഡ് ഒബ്സർവേഷണൽ ലേണിംഗ്. ബോബോഡോളുടെ ബാൻഡ് അല്ല, ബോബോഡോൾ എക്സ്പെരിമെന്റ് ഒക്കെ വരുന്നത്. യെസ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു സോഷ്യോ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അത് എന്തായാലും പഠിക്കും. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് കൺഫ്യൂസിങ് ആക്കുന്നില്ല. ഇപ്പൊ ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് പോവാം എന്നുള്ള രീതിയിലാണ് ആ രണ്ട് തിയറിസ്റ്റുകളുടെ അടുത്തത്. ആൽബർട്ട് ബാൻഡർ നമ്മൾ സോഷ്യൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ സോഷ്യോ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഈ രണ്ട് തിയറിസ്റ്റുകൾ കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പെർസ്പെക്റ്റീവിലേക്ക് കടക്കുകയാണ്. ആ പെർസ്പെക്റ്റീവിന്റെ പേരാണ് ട്രെയ്റ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ. ഇതുവരെ നിങ്ങൾ പഠിച്ച തിയറീസിന്റെ ഒക്കെ ഒരു ജനറൽ കോമൺ തീം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്, എങ്ങനെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്, അല്ലെ? റീഇൻഫോഴ്സ്മെന്റിലൂടെയും പണിഷ്മെന്റിലൂടെയും പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു, ഡ്രൈവ് റിഡക്ഷനിലൂടെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു, അൺകോൺഷ്യസ് വർക്ക് ചെയ്യുന്നതിലൂടെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിലൂടെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു. ഒരു സാധാരണ വ്യക്തിയോട് അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി റീഇൻഫോഴ്സ്മെന്റോ പണിഷ്മെന്റോ അല്ലെങ്കിൽ അൺകോൺഷ്യസോ ഇതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല മറുപടി തരിക. ആ വ്യക്തി എന്താ പറയാ, അവൻ സ്മാർട്ടാണ്, കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ അവൻ എക്സ്ട്രോവേർട്ട് ആണ്, ഇൻട്രോവേർട്ട് ആണ്, അല്ലെങ്കിൽ അവൻ ഇന്റലിജന്റ് ആണ്, അവൻ ഷൈ ആണ്, അവൻ അഗ്രസീവ് ആണ്. ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും പേഴ്സണാലിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളിലേക്ക് പേഴ്സണാലിറ്റീനെ തിരിച്ചു കൊണ്ടുവന്നത് ഈ ട്രെയ്റ്റ് പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ട്രെയ്റ്റ് പെർസ്പെക്റ്റീവിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള കുറച്ച് സൈക്കോളജിസ്റ്റുകളാണ്. അവരുടെ ഫോക്കസ് ഈ പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ള ഒരു ആശയത്തിലല്ല, പേഴ്സണാലിറ്റി എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം, ഇപ്പൊ നിലനിൽക്കുന്ന പേഴ്സണാലിറ്റീനെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ ചിന്തിച്ചത്. സോ ട്രെയ്റ്റ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ട്രെയ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അഗ്രഷൻ ഒരു ട്രെയ്റ്റ് ആണ്, എക്സ്ട്രാവേർഷൻ ഒരു ട്രെയ്റ്റ് ആണ്, ഇൻട്രോവേർഷൻ ഒരു ട്രെയ്റ്റ് ആണ്, അന്തർമുഖൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഷൈനസ് ഒരു ട്രെയ്റ്റ് ആവാം, കോൺഫിഡൻസ് ഒരു ട്രെയ്റ്റ് ആവാം, ഈവൻ ഇന്റലിജൻസിനെ ഒരു ട്രെയ്റ്റ് ആയിട്ട് പണ്ട് പേഴ്സണാലിറ്റി തിയറിസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം ഒരു ട്രെയ്റ്റ് ആണ് എന്നാണ് ഇവരുടെ കൺസെപ്റ്റ്. ഇപ്പൊ ട്രെയ്റ്റിന് വളരെ ലഘൂകരിച്ചിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ സ്വഭാവ ഗുണം എന്ന് നമുക്ക് വിളിക്കാം. ഗുണങ്ങൾ. ഓക്കെ. ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ വ്യക്തിയുടെ ട്രെയ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അയാളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സ്വഭാവത്തിന്റെ. ഓക്കെ. ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രീഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് ഇൻ ദ സെയിം ഓർ സിമിലർ മാനർ ടു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റിമുലസ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല്, ഒരു ഉദാഹരണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ട്രെയ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, എക്സ്ട്രോവേർട്ട് എന്നുള്ളൊരു ട്രെയ്റ്റ്. ഓക്കെ. എക്സ്ട്രാവേർഷൻ കൂടുതലുള്ള ഒരു വ്യക്തി, ഓക്കെ, ആ ഒരു എക്സ്ട്രോവേർട്ട് ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ, എക്സ്ട്രോവേർഷൻ കുറവുള്ള ഒരു വ്യക്തി, ഇൻട്രോവേർട്ട്, അല്ലെ? ഇൻട്രോവേർട്ട് റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട്, ഒരു എക്സ്ട്രോവേർട്ടും ഒരു ഇൻട്രോവേർട്ടും, അല്ലെ? ഈ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഇരിക്കുന്ന റൂമിലേക്ക് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് കടന്നു വരികയാണ്. ഇങ്ങനെ കുറച്ച് സ്ട്രേഞ്ചേഴ്സ് കടന്നു വന്നാൽ എക്സ്ട്രോവേർട്ട് പെരുമാറുന്ന രീതി വ്യത്യാസമായിരിക്കും, ഇൻട്രോവേർട്ട് പെരുമാറുന്ന രീതിയും വ്യത്യാസമായിരിക്കും. എക്സ്ട്രോവേർട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സിനോട് പോയി കമ്പനി ആവും, സംസാരിക്കും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം. ഇൻട്രോവേർട്ട് ചിലപ്പോൾ റൂമിൽ ഓക്കെ കുറച്ച് മാറി നിന്നിട്ട് സ്വന്തം പരിപാടീസ് എന്താണോ ഫോൺ നോക്കി പുസ്തകം വായിക്കുക, ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. അപ്പൊ സ്റ്റിമുലസ് അവിടെ ഉണ്ടായത് ഒരൊറ്റ സ്റ്റിമുലസ് അല്ലേ? എന്താ സ്റ്റിമുലസ് ഉണ്ടായത്? കുറച്ച് ആൾക്കാർ റൂമിലേക്ക് വന്നു എന്നുള്ളൊരു സ്റ്റിമുലസ് അല്ലേ ഉണ്ടായത്? പക്ഷെ അതിന് രണ്ടുപേരും റെസ്പോണ്ട് ചെയ്തത് രണ്ട് രീതിയിലല്ലേ? ഒരാള് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് റെസ്പോണ്ട് ചെയ്തു, ഒരാൾ സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് വിട്ടിട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോ ഈ രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താ? പ്രീ ഡിസ്പോസിഷൻസ് ഉണ്ട് അവർക്ക് ജനിച്ച് വളരുമ്പോൾ അവരുടെ എന്താ പറയുക സ്വഭാവത്തിൽ ചില ഗുണങ്ങൾ, നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഗുണങ്ങൾ അവർക്ക് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അത് ഇവര് തന്നെ ട്രെയ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്നാണ്. ജനറ്റിക്സും വളർന്നു വരുന്ന സാഹചര്യം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ഒരേ സ്റ്റിമുലസ് ആണ് അവിടെ ഉണ്ടായത്, കുറച്ച് വ്യക്തികൾ ഒരു റൂമിലേക്ക് വരുന്നു, പക്ഷെ രണ്ട് വ്യക്തികൾ ആ ഒരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്തത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. വൈ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബിക്കോസ് അവർക്ക് രണ്ടുപേർക്കും രണ്ട് ട്രെയ്റ്റുകളാണുള്ളത്. ഒരാൾ എക്സ്ട്രോവേർട്ട് ആണ്, ഒരാൾ ഇൻട്രോവേർട്ട് ആണ്. ട്രെയ്റ്റിൽ വ്യത്യാസമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഈ ഡെഫിനിഷൻ അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ മനസ്സിലാക്കിയാൽ മതി.
പ്രീ ഡിസ്പോസിഷൻ എന്നുള്ള വാക്ക് ലിറ്ററേച്ചേഴ്സിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും ക്യാരക്ടറിനെ ഉദ്ദേശിക്കുന്ന വാക്കാണ് ഈ പ്രീ ഡിസ്പോസിഷൻ. പോപ്പുലർ ആയത് ഈ ട്രേറ്റ് പെർസ്പെക്റ്റീവിന്റെ ഒരു വരവോടുകൂടിയാണ്. അവരാണ് ഈ പ്രീ ഡിസ്പോസിഷൻ എന്നുള്ളൊരു വാക്ക് പോപ്പുലർ ആക്കിയത്. പ്രീ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാനുള്ള സാധ്യത നിങ്ങളുടെ ട്രേറ്റ് വെച്ചിട്ട് മനസ്സിലാക്കാന്ന്. ഇപ്പൊ ഒരു പാർട്ടിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ള ട്രേറ്റ് വെച്ചിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു ഫൈറ്റിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഗ്രഷൻ എന്നുള്ള ട്രേറ്റ് വെച്ചിട്ട് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ റെസ്പോൺസ് എല്ലാം നിങ്ങളുടെ ട്രേറ്റിൽ നിന്ന് ചെറിയ അളവിലെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരാശയമാണ് ഇവര് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ട്രേറ്റ് തിയറിസ്റ്റുകൾ എന്ന് പറയുന്നത് ഗോർഡൻ ആൽപോർട്ടും റെയ്മണ്ട് കെറ്റൽ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. ഈ ഗോർഡൻ ആൽപോർട്ടിന്റെയും റെയ്മണ്ട് കെറ്റലിന്റെയും തിയറി, ഓക്കെ, ആൽപോർട്ടിന്റെ തിയറിയാണ് കുറച്ച് ഈസി എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കെറ്റലിന്റെ തിയറി കുറച്ചും കൂടി വളഞ്ഞ വഴിയുള്ളതൊക്കെയാണ്. എനിവേസ് നമുക്ക് നോക്കാം, ഓരോ ആളുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഇപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഓരോ വ്യക്തിക്കും ജന്മനാ കിട്ടുന്ന ചില ഗുണങ്ങൾ, ആ ഗുണങ്ങൾ ഹെറിഡിറ്ററിയുടെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. അത് വളർന്നു വലുതാവുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എക്സ്പ്രസ് ആവാം, അല്ലെങ്കിൽ ഒതുങ്ങി കൂടിയിട്ടും പോകാം. അപ്പൊ ഇതിന്റെ കോമ്പിനേഷനോട് കൂടിയിട്ട് അങ്ങനെ ആ വ്യക്തിയുടെ ഗുണങ്ങൾ വളർന്നു വലുതാവുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ എത്തുന്നു. ആ ഗുണങ്ങളെ, സവിശേഷതകളെ വിളിക്കാൻ ഉദ്ദേശിച്ച പേരാണ് ട്രേറ്റ്. അങ്ങനത്തെ തിയറിസ്റ്റുകളാണ് ട്രേറ്റ് തിയറിസ്റ്റുകൾ എന്നുള്ള പേര് കൊണ്ട് നമ്മൾ വിളിക്കുന്നത്. ട്രേറ്റ് പെർസ്പെക്റ്റീവിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അതാണ്. ഇവരല്ലാതെ ഉണ്ട് കേട്ടോ, ഐസങ്ക്, പിന്നെ കോസ്റ്റ ആൻഡ് മെക്രേ, അങ്ങനെ ഒരുപാട് ട്രേറ്റ് തിയറിസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആൽപോർട്ട് ആൻഡ് കെറ്റലാണെന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് തിയറി കവർ ചെയ്യുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ആൽപോർട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ഗോർഡൻ ആൽപോർട്ട്. ഓക്കെ, പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫൗണ്ടിങ് ഫാദർ എന്നും പറയും. കാരണം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യാണ്, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾ ആ വ്യക്തിയുടെ അൺകോൺഷ്യസിനെ മനസ്സിലാക്കാനാണോ ശ്രമിക്കുക? അല്ല. ആ വ്യക്തിയുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയായിരുന്നു ഇതുവരെ, അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനാണോ ശ്രമിക്കുക? അല്ല. നമ്മൾ ഇപ്പൊ ഇനി പഠിക്കാൻ പോകുന്ന ട്രേറ്റ് തിയറിന്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് ടെസ്റ്റുകൾ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ, അഗ്രഷൻ എത്രത്തോളം ഉണ്ട്, ഷൈനസ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ടുള്ള ട്രേറ്റ് തിയറിയിൽ ഫോക്കസ് ചെയ്തത് കൊണ്ടാണ് ആൽപോർട്ടിനെ പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫൗണ്ടിങ് ഫാദർ എന്നുള്ള പേര് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഫൗണ്ടിങ് ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി. ഓക്കെ, ഇനി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇസ് ദ, ഈ പേഴ്സണാലിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു. അതില് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡെഫിനിഷൻ ആൽപോർട്ട് കൊടുത്തതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൽപോർട്ടിന്റെ തന്നെ ഡെഫിനിഷൻസ് 50-ൽ വരെ ഉണ്ട്. അതാണ് തമാശ. ഈ പേഴ്സണാലിറ്റി എന്താണെന്നുള്ള ചോദ്യത്തിന് ആൽപോർട്ട് 50-ൽ വരം ഡെഫിനിഷൻസ് ഈ ഒരു 30 വർഷം കാലഘട്ടത്തിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. പക്ഷെ അവസാനം അദ്ദേഹം സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ എവിടെ പോവുകയാണെങ്കിലും പേഴ്സണാലിറ്റി എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഡെഫിനിഷൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്റ്റൈലൊക്കെ കാണിക്കാം. കാരണം കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ പേഴ്സണാലിറ്റിയുടെ എല്ലാ ആശയങ്ങളും ഒത്തുവരുന്നൊരു ഡെഫിനിഷനാണ്. പേഴ്സണാലിറ്റി ഇസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ ഓഫ് ദോസ് സൈക്കോഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമിൻ ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ആൻഡ് തോട്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, പേരുകളൊക്കെ ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോൾ കിട്ടുന്നത് പക്ഷെ വളർന്നു വരുമ്പോൾ സാഹചര്യം കാരണം മാറി വരുന്നതാണ് ട്രേറ്റുകൾ. ആ ഒരു പ്രോസസ്സിനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്ത വാക്കാണ് ഡൈനാമിക്. ഫിക്സഡ് അല്ല. നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന സാധനം മാത്രമല്ല, വളരുന്ന സാഹചര്യം അനുസരിച്ചിട്ട് അതിന്റെ തോത്, എക്സ്റ്റെന്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുകൊണ്ടാണ് ഈ ഡൈനാമിക് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഡൈനാമിക് ഓർഗനൈസേഷൻ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. എന്താണ്? എപ്പോ? എന്തിന്റെ ഓർഗനൈസേഷൻ? ഓഫ് ദോസ് സൈക്കോഫിസിക്കൽ സിസ്റ്റംസ്. സൈക്കോഫിസിക്കൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് മനസ്സ്, ശരീരം, അതാണ് ഉദ്ദേശിച്ചത്. സൈക്ക് എന്ന് പറഞ്ഞാൽ മനസ്സ്, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം പേഴ്സണാലിറ്റി എന്ന് കണ്ടിരുന്നു. അതായത് നിങ്ങളുടെ ഹൈറ്റ് ചിലപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കാം, അപ്പൊ നിങ്ങളുടെ ഹൈറ്റും ഒരു ട്രേറ്റ് ആക്കി എടുക്കാം എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് അതൊക്കെ ഒഴിവാക്കിയിട്ടോ, പക്ഷെ ആ ഒരു ഡെഫിനേഷനിൽ അതുണ്ട് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മൈൻഡും ബോഡിയും
കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ആശയം കൈമാറാനാണ് ഈ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം എന്നുള്ള ഒരു ടേം അദ്ദേഹം ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ഇതെന്താണ് ഡിറ്റർമിൻ ചെയ്യുക? ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ട്രേറ്റുകള് എന്താണ് ഡിറ്റർമിൻ ചെയ്യുക? അത് നിങ്ങളുടെ ബിഹേവിയർ ആൻഡ് തോട്ടിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങൾ പെരുമാറുന്ന രീതി, നിങ്ങൾ ചിന്തിക്കുന്ന രീതി. ഇപ്പൊ എല്ലാം കവറായില്ലേ? പേഴ്സണാലിറ്റി ഫിക്സഡ് ആണോ അതോ ചേഞ്ച് ചെയ്യുന്നതാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഡൈനാമിക് എന്നുള്ള വാക്കിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി മനസ്സിന്റെ മാത്രമാണോ ശരീരത്തിന്റെ മാത്രമാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം സൈക്കോ ഫിസിക്കൽ എന്നുള്ള വാക്കിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ പേഴ്സണാലിറ്റി കാരണം എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആവും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം ബിഹേവിയർ ആൻഡ് തോട്ട് എന്നുള്ള ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുന്ന ഒരു സാധനമാണ് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഗുണങ്ങൾ, ആ ഗുണങ്ങള് നിങ്ങൾ വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെയും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിക്കും. അത് എന്താണ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങൾ പെരുമാറുന്ന രീതിയും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിനെയാണ് ആൽപോർട്ട് പേഴ്സണാലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി വരുന്നത് തിയറിയുടെ അടിസ്ഥാനങ്ങളാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ആൽപോർട്ടിന്റെ ട്രേറ്റിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പോ സ്കിന്നറിന്റെ, ഡൊളാഡ മില്ലറിന്റെ, ഇവരുടെ രണ്ടാളുടെയും അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. ആൽപോർട്ടിന്റെ തിയറി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ: ടോം ഓൾവേസ് വാച്ചസ് ടിവി ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ്. ഹിസ് മദർ ടുക്ക് അവേ ഹിസ് ഫേവറേറ്റ് ടോയ് സോ ദാറ്റ് ഹി സ്റ്റോപ്സ് വാച്ചിങ്. Negative punishment. സാറ് ലെഫ്റ്റ് ആയി പോയോ? സാറ് പോയി തോന്നുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്ത് നോക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. ജസ്റ്റ് ലാപ്പ് ഓഫായി, ഞാൻ ചാർജിൽ കുത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ലാപ്പ് ഓഫ് ആയപ്പോ വൈഫൈ ഡിസ്കണക്ട് ആയതാണ്. ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, നമ്മൾ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: ടോം എപ്പോഴും ഓൾവേസ് വാച്ചസ് ടിവി ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ്. എപ്പോഴും ടിവി കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ടോം. അപ്പോ ഹിസ് മദർ ടുക്ക് അവേ ഹിസ് ഫേവറേറ്റ് ടോയ് സോ ദാറ്റ് ഹി സ്റ്റോപ്സ് വാച്ചിങ് ടിവി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദ്യം. Negative punishment.
നെഗറ്റീവ് പണിഷ്മെന്റ് ആണോ നമുക്ക് നോക്കാം. യെസ്, നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. കാരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, നമുക്കൊരു ബിഹേവിയർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ടോമിന്റെ TV കാണാന്നുള്ള ബിഹേവിയർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ പണിഷ്മെന്റ് ആണോ അവിടെ വരിക? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സാധനം റിമൂവ് ചെയ്തു, പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനം റിമൂവ് ചെയ്തു. അപ്പൊ കീവേഡ് നെഗറ്റീവ് ആണ് വരിക. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാകും നെഗറ്റീവ് പണിഷ്മെന്റ് ആണ് ശരി ഉത്തരം വരിക എന്നുള്ളത്. ഇനി every time Timmy finishes his homework, his dad gives him a piece of candy. This is an example of പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്. നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട ബിഹേവിയർ എന്ന് പറയുന്നത് ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ബിഹേവിയറിന്റെ പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്യുന്നു. അതാണല്ലോ ഇവിടെ ക്യാൻഡി. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള ഉത്തരാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഡോളാർഡ് ആൻഡ് മില്ലേഴ്സ് തിയറി എംഫസൈസസ് ദി റോൾ ഓഫ്, ഏതിന്റെ റോളാണ് ഇവർ എംഫസൈസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി. യെസ്, അതെ, നമ്മൾ പറഞ്ഞു ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ നിന്നാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ബയോളജിക്കൽ ആയിട്ടുള്ള ഡ്രൈവുകൾ എൻവയോൺമെന്റൽ ക്യൂസിലൂടെ ഒരു റെസ്പോൺസിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി തിയറിയാണ് ഡോളാർഡ് ആൻഡ് മില്ലർ പറഞ്ഞത്. സോ ആൻസർ ബയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് എൻവയോൺമെന്റൽ ക്യൂസ് ആണ്. ഇനി അക്കോർഡിംഗ് ടു ഡോളാർഡ് ആൻഡ് മില്ലർ എ ഡ്രൈവ് ഈസ്, എന്താണ് ഒരു ഡ്രൈവ്? ഓപ്ഷൻ ബി. യെസ്, അതെ, ബയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ മോട്ടിവേഷൻ. നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡ്രൈവ്സ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആവശ്യം, മറ്റേ മുറയുടെ നീഡ് തിയറി പോലെ തന്നെ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഇമോഷണൽ നീഡ്, ഇതൊക്കെയാണ് ഡ്രൈവ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ അവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് ബയോളജിക്കൽ നീഡ് ഓർ മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൾപോർട്ടിന്റെ തിയറി എടുത്താലേ ക്ലിയർ ആവുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം.